ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. രാമ 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 രാമപാദം ശരണി മുകുന്ദ രാമ പാഹിമാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് സമയം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം രാമായണം വായിച്ച് 1.5 മണിക്കൂറിന് പുറത്ത് പോയി. എങ്കിലും മക്കൾക്കെല്ലാം സന്തോഷം. അങ്ങനെയുള്ള മക്കൾ മതി. അവർക്ക് വേണ്ടിയാണ് ഇത് ഇടുന്നത്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ചിലർക്ക് സമയം കിട്ടത്തില്ല, അതുകൊണ്ട് എനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. എങ്കിലും വളരെ താമസിച്ചാലും അത് കേൾക്കും. അമ്മയെ ഗ്രൂപ്പായി കേൾക്കുന്നു, അങ്ങനെയൊക്കെ എന്തൊരു സന്തോഷമാണ് അതൊക്കെ. അങ്ങനെ ഒരു കമൻസെങ്കിലും അങ്ങനെ വരുമ്പോൾ എനിക്ക് അത്ര സന്തോഷമാണ്. അതുകൊണ്ടാണ് കമൻസ് ഇടുകയെന്ന് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊരു ആനന്ദമാണ്. കാരണം വെറുമേലെ ആയില്ലല്ലോ എന്നൊരു സന്തോഷം. അതുകൊണ്ടാണ്. അപ്പോൾ ആനന്ദം അതിലൂടെ കണ്ടെത്താം. അതുകൊണ്ടാണ് നിങ്ങളുടെ അനുഭവങ്ങളും സന്തോഷമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അതൊക്കെ ഓർക്കുമ്പോൾ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ് ഒരു പ്രത്യേകത ഉണ്ട്. അതെല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവരും ഇങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്രൂപ്പായിട്ടും മറ്റുള്ളവർ കൂടെ കൊടുക്കുക. അതല്ലേ പരമാനന്ദം, ഭഗവാനിഷ്ടം. നമുക്ക് സ്തുതിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാവർക്കും നമസ്കാരം. ഒന്നുകൂടി പറയുക, എൻ്റെ നടുവിന് ശരിക്കും വേദനയുണ്ട് ഇരിക്കുമ്പോൾ. എങ്കിലും ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ചൊല്ലിട്ട് പിന്നെ കട്ടാക്കിയിട്ട് വീണ്ടും പോയി കുറച്ച് നേരം വിശ്രമിച്ചിട്ട്. കാരണം 1 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ് നടുവിൻ്റെ കെട്ടിന്, ഏണിൻ്റെ, ഒരു വലത്തേക്കാലിൻ്റെ ഏണിന്. അതങ്ങനെ ഈ സന്ധിവാതത്തിന് അങ്ങനെ എല്ലാ കെട്ടുകൾക്കും ഉണ്ട്. ഇപ്പോൾ കൂടുതൽ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരുന്നു ഇപ്പോൾ അവിടെ തന്നെ സംഭവിച്ചത്. എന്തായാലും ഈ 30 ദിവസം എന്തായാലും ഞാൻ മെനക്കെട്ട് കിടന്നുകൊണ്ടെങ്കിലും എനിക്കിത് വായിച്ചിടണം. കാരണം 1-2 കുറച്ച് മക്കൾ എന്താ പറയുക, അത്രയ്ക്ക് ആനന്ദമുണ്ട്. കുറച്ച് മക്കൾ എനിക്ക് കമൻസ് തരുന്ന മക്കൾക്കെല്ലാം സന്തോഷമാണല്ലോ. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ഭഗവാൻ ശ്രീരാമന് താമസിച്ചു, സുഗ്രീവൻ പറഞ്ഞ വാക്ക് പാലിക്കാതെ താമസം വന്നു. 4 മാസം എന്ന് പറഞ്ഞ അവധി കഴിഞ്ഞിട്ടും കാണാഞ്ഞപ്പം ലക്ഷ്മണനെ അങ്ങോട്ട് വിട്ടു ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ചെന്ന് ഭയപ്പെടുത്തി അവരെല്ലാവരും കൂടെ ഭഗവാന്റെ അടുക്കിലേക്ക് വന്നു. സന്തോഷമായിട്ട് ഭഗവാൻ ഐക്യത്തോടെ പിടിച്ചിരുത്തി ആലിംഗനൊക്കെ ചെയ്ത് ആതിഥ്യമായുള്ള പൂജയൊക്കെ ചെയ്ത്. ഒരു അതിഥി വന്നാൽ അങ്ങനെ ആതിഥ്യ പൂജ, അതായത് ആദിത്യപുത്രനാണ്. ആദിത്യപുത്രന് ആതിഥ്യ പൂജ. രണ്ടും 2 തായും ധായുമാണ്. രണ്ടും ഒന്നുപോലെ വിചാരിക്കരുത്. ആദിത്യ പൂജ എന്ന് വെച്ചാൽ ഒരു അതിഥി പൂജ. അദ്ദേഹത്തിനെ ഭഗവാൻ നന്നായി സ്വീകരിച്ച് ഐക്യഭാവന ഒന്നായി
എന്നിട്ട് ഇവിടെ ആദിത്യൻ്റെ, അത് അർക്കൻ്റെ പുത്രനെയാണ് ആദിത്യപുത്രൻ എന്ന് പറയുന്നത്. ആ സുഗ്രീവനെയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പ്രീതി പൂണ്ടാൻ സന്തോഷമായി സുഗ്രീവന്, ഭയമൊക്കെ പോയി സന്തോഷമായി. നമുക്ക് ഇനി സീതയെ അന്വേഷണ ഉദ്യോഗം ആണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. അത് നമുക്ക് വായിക്കാം. അതായത് ഈ സുഗ്രീവൻ ഭക്തിപരവശനായി, ഭഗവാനോടുള്ള ചേർച്ച ഐക്യം വന്നപ്പം ഭക്തിക്കൊരു പരവശനായി. അതങ്ങനെയാണ്, നമുക്കും അങ്ങനെയാണ്. ഭക്തി മുഴുത്ത് പോയിട്ട് കൂടുതൽ വരുമ്പോൾ, കാരണം ഉദ്ദേശിച്ച അല്പം ഭയം ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറി. ഭഗവാനോട് അത്രമാത്രം സ്നേഹവും വർദ്ധിച്ചു. അപ്പം ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോട് ഉണർത്തിച്ചത് അന്നേരം ഭഗവാനോട് പറയുന്നു, വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺ പാർത്തരുള്ളേണം ആദരാൽ. എല്ലാ എത്രയോ ലക്ഷം കവിവന്മാരും കൂടെ വന്നേക്കുന്നത് ഭഗവാനെ കാണാൻ. അവർ പല പല ദിക്കുകളിൽ നിന്നാണ് വന്നേക്കുന്നത് എല്ലാവരും. അതായത് പല കുലത്തിൽ നിന്നും, പല പർവ്വതങ്ങളിൽ ജനിച്ചവരും, പല നദീതീരത്തുള്ളവരും, ദ്വീപുകളിൽ, മലകളിൽ, ഇങ്ങനെ പല രീതിയിൽ. പിന്നെ ഇഷ്ടാനുസരണം രൂപം മാറാൻ പറ്റുന്നവർ, ഗർവം കലർന്ന നിശാചര രാക്ഷസരെ വധിക്കാൻ വേണ്ടി, ദുർവീരുമെല്ലാം അടക്കാൻ വേണ്ടി അത്ര ധൈര്യശാലായിട്ടാണ് വന്നേക്കുന്നത്. ദേവാംശ സംഭവന്മാരാണ്, ദേവന്മാരുടെ അംശമുള്ളവരാണ്. കാരണം അവിടുന്ന് ഭഗവാന് ഇതിനു വേണ്ടി അവർ അവതരിച്ചതാണ് ഈ കുരങ്ങന്മാർ. അതുകൊണ്ട് ചിലർ ഗജബലം, ഒരു ആനയുടെ ബലമുള്ള കുരങ്ങന്മാരുണ്ട്. പിന്നെ ഗജ 10 ആനയുടെ ബലമുള്ളവരുണ്ട്. പിന്നെ അത്ര അമിതമായ പരാക്രമമുള്ളവർ. പിന്നെ കേസിൽ ചിലർ മൃഗേന്ദ്രൻ, അത് സിംഹമല്ലേ, മൃഗത്തിൻ്റെ ഇന്ദ്രൻ, സിംഹത്തിൻ്റെ അത്ര വീരസ്യമുള്ളവരുണ്ട്. പിന്നെ അങ്ങനെ ഓരോന്ന് നമുക്കത് വായിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗജം എന്നൊക്കെ പറയുമ്പോൾ ദശഗജം എന്ന് പറയുമ്പോൾ 10 ആന, ഇങ്ങനെ എല്ലാം ഓരോ വരിക്കും അർത്ഥം പറയാൻ പാടാണ്. ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ച അന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺ പാർത്തരുളേണമാതരാൽ. ഭഗവാന്റെ തൃക്കൺ ഒന്ന് അനുഗ്രഹിക്കണമേ ഈ കവികളെ. ആര് പറയുന്നത്? സുഗ്രീവൻ. തൃക്കാൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരിക്കാണായതൊക്കെ ഇവരെല്ലാവരും ഭഗവാന്റെ ദാസ്യവേല, ഭഗവാന് വേണ്ടി, തൃക്കാൽ വേല ഭഗവാന് വേണ്ടി ജോലി ചെയ്യാൻ വന്നവരാണ്. നാനാ കുല അചല സംഭവന്മാർ ഇവർ. നാനാ കുലത്തിൽ ഉള്ളവരും, വലിയ വലിയ പർവ്വതങ്ങളിൽ ജനിച്ചവരും, അങ്ങനെ നാനാ കുല അചല സംഭവന്മാരിവർ. നാനാസരി ദീപശൈല നിവാസികൾ, പർവ്വത തുല്യ ശരീരികൾ ഏവരും. ഉർവീപദേ കാമരൂപികൾ എത്രയും. ഉർവീപദേ ശ്രീരാമ, ഭൂമിയുടെ പതി ആണ് ഉർവീപദേ. ഭൂമിപദ ശ്രീരാമനെയാണ് വിളിക്കുന്നത്. ഉർവീപദേ രാജാവെന്നോ ഭൂമിയുടെ ഭർത്താവെന്നും അർത്ഥമുണ്ട്. അപ്പം കാമരൂപികൾ, അവർക്ക് ആഗ്രഹം അനുസരിച്ച് മാറാം, അവരുടെ ശരീരത്തിൻ്റെ പല പല രീതിയിൽ അവർക്ക് മാറാം, രൂപം മാറുന്നവരാണ്. അങ്ങനെയുള്ള കവികളാണ്. ഗർവം കലർന്ന നിശാചരന്മാരുള്ള ദുർവീര്യം എല്ലാം അടക്കുവാൻ പോന്നവർ. അതായത് രാക്ഷസന്മാരുടെ, രാവണാദികളുടെ അഹങ്കാരം മാറ്റാൻ വേണ്ടി വന്നവരാണ്. ദേവ അംശ സംഭവന്മാർ ഇവരാകയാൽ ദേവ അരികളെ ഒടുക്കും ഇവരിനി. ദേവ അരികൾ വെച്ചാൽ ദേവന്മാരുടെ ശത്രുക്കളായ രാക്ഷസന്മാരെ നശിപ്പിക്കാൻ ഇവർ കൊക്കും. കേച്ചിൽ ചിലർ ഗജബാലന്മാരിതിലുണ്ടു താൻ. കേച്ചി ദശഗജ ശക്തിയുള്ളവരുണ്ട്. കേച്ചിൽ എന്ന ചിലർ എന്ന അർത്ഥം. അപ്പോൾ 10 ആനയ്ക്ക് തുല്യമുള്ളവർ, ശക്തിയുള്ളവർ. കേച്ചിത് അമിത പരാക്രമമുള്ളവർ. കേശൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും സിംഹത്തിന് തുല്യരായവർ. കേശൻ മഹേന്ദ്ര നീലോപല രൂപികൾ. കേശിൽ കനക സമാന ശരീരികൾ, സ്വർണത്തിനെ പോലെ ദേഹത്തിൻ്റെ ശോഭയുള്ളവർ. കേശന രക്താന്ത നേത്രം ചുമന്ന കണ്ണുള്ളവർ ധരിച്ചവർ. കേശന ദീർഘബാലന്മാർ അതാപരേ, അതായത് നീളമുള്ള വാലുള്ളവർ. ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ. യുദ്ധ വൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും. യുദ്ധത്തിന് വൈദഗ്ധ്യം ഇവരോളം ആർക്കും, അത്രമാത്രം യുദ്ധ സാമർഥ്യക്കാരാണ്. നിൻ കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ട് കവിബലം. മൂലഫല ജലപക്വ അശനന്മാരായി. അവരെന്താ അശനം കഴിക്കുക, ഫലങ്ങളും ജലങ്ങളും, അതായത് വനത്തിലെ കായ്കനികൾ. മൂലഫല ജലപക്വ അശനന്മാരായി. അശനം വെച്ചാൽ കഴിക്കുക. ശീലഗുണമുള്ള വാനരന്മാരിവർ. ആജ്ഞാകാരികൾ, അങ്ങയുടെ ആജ്ഞപ്രകാരം. ആജ്ഞാകാരികൾ എന്ന നിർണയം. ദേവദേവേശ രഘുകുല പുങ്കവ.
ഋഷകുലാധിപനായുള്ള ജാംബവാൻ പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ. ജാംബവാൻ എന്ന് വെച്ചാൽ ഇത് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ജാംബവാൻ. വാനരകുലത്തിൻ്റെ അധിപനാണ് ജാംബവാൻ, ഋഷകുലാധിപൻ. കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനും ഹനുമാൻ ഇവൻ എന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജൻ ഈശാംശ സംഭവൻ. അതായത് സുഗ്രീവന്റെ മന്ത്രിയായിട്ട് നിൽക്കുന്ന ഹനുമാനാണ്. അത് ആരാണിത്? കുരങ്ങന്മാരിൽ എല്ലാവരിലെയും രാജാവാണ് ഹനുമാൻ. കോടി ഭല്ലൂക വൃന്ദ അധിപതിയാണ്. ഈ മഹാപ്രൗഢമതിയാണ് ഹനുമാൻ. അതും എൻ്റെ മന്ത്രിയാണ്. മഹാസത്വ പരാക്രമനാണ്. ഗന്ധവാഹാത്മജൻ, അതായത് മാരുതി പുത്രനാണ്. ഈശൻ്റെ അംശമാണ് ഈ ഹനുമാൻ. നീലൻ, ഗജൻ, ഇനി ഓരോരുത്തരെയും പേര് പറഞ്ഞങ്ങ് പോവുകയാണ്. ഓരോരുത്തരെയും കുരങ്ങന്മാരുടെ പേര്: നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ദീർഘവാലാധിപൂണ്ടവൻ. വാലധികാരം ദീർഘമുള്ള നീളമുള്ള വാല്. ദീർഘവാലാധിപൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിതാതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമാ താരാതനയനാം അങ്കദനിങ്ങനെ. താരയുടെ അത് ബാലിയുടെ മകനായ അങ്കദനും ആണു ഇങ്ങനെ. ചൊല്ലുള്ള വാനര വംശ രാജാക്കന്മാർ. പറയുന്നത് കേൾക്കുന്ന അനുസരിക്കുന്നവരാണ്. ചൊല്ലുള്ള വാനര വംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണ്ടുന്നത് എന്തെന്ന് ഇവരോട് അരുൾ ചെയ്യുക വേണം. എന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. എന്ത് അവരോട് പറഞ്ഞാലും അവരെന്ത് സാധിച്ചു തരും. സുഗ്രീവവാക്യം യുദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ച് ആലിംഗനം ചെയ്തു. ഇത്രയും കേട്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. ശ്രീരാമൻ ആലിംഗനം ചെയ്തു. സന്തോഷപൂർണ അശ്രു നേത്രാംബുജത്തോട് അന്തർഗതം അരുൾ ചെയ്തതു സാദരം. അശ്രു ഭഗവാൻ ഇങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്നിട്ട് അന്തർഗതം ഉള്ളത്തിലിരിക്കുന്നത് ആരോട് പറയുന്നു? പിന്നെ ഭഗവാൻ പറയുന്നു, മൽകാര്യ ഗൗരവം നിങ്കലേ നിർണയം. അതായത് എൻ്റെ കാര്യത്തിൻ്റെ മാഹാത്മ്യം സുഗ്രീവനോട് പറയുന്നത്. ഭഗവാന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് സുഗ്രീവനാണ്. എന്തെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. അതാണ് എന്താ വേണ്ടുന്നത് വെച്ചാൽ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്നവ ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ കൊടുക്കുന്ന കാര്യം. സുഗ്രീവനോട് പറയുന്നതാണ്. സന്തോഷാശ്രുക്കളായിട്ട് മന്ദം സുഗ്രീവനോട് പറയുന്നു, മൽകാര്യ ഗൗരവം, എൻ്റെ ശ്രീരാമൻ്റെ കാര്യം നിങ്കലേ നിർണയം. അതായത് സുഗ്രീവൻ തന്നെയാണ് തന്നിരിക്കുന്നത്. എൻ്റെ കാര്യം നോക്കിക്കോ. മൽകാര്യ ഗൗരവം നിങ്കലേ നിർണയം ഉൾക്കാമ്പിലോർത്ത് കർത്തവ്യം കുരുഷ്വ. നീ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളത്തിൽ എന്താ തോന്നുന്നത് ഭഗവാൻ വേണ്ടി ചെയ്യുന്നത്, അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ജാനകിയെ കണ്ടുപിടിക്കാൻ വേണ്ടി നീ വാനരവീരരെ നാനാ സ്ഥലത്തേക്കും വിടൂ സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചിതു നാലു ദിക്കെങ്കിലും 100,000 കവിവീരന്മാർ പോകണം. ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. കാരണം ദക്ഷിണ ഭാഗത്തേക്കല്ലയോ കൊണ്ടുപോയെന്ന് കേട്ടത്. അതുകൊണ്ട് ദക്ഷിണ ഭാഗത്തേക്ക് ഉന്നതന്മാരായ കവിവരന്മാർ പോകണം അവിടേക്ക്. കാരണം അവിടെ പറഞ്ഞു കൊടുത്ത വിവരങ്ങളെല്ലാം അങ്ങനെ തെക്കോട്ട് പോയെന്നാണല്ലോ. അതുകൊണ്ട് അവിടേക്ക് ഉന്നതന്മാരെ പറഞ്ഞു വിടണം. അങ്കദൻ, അവർ പോകേണ്ട ആരൊക്കെയാ? അങ്കദൻ, ജാംബവാൻ, മൈന്ദൻ, വിവിധനും, തുങ്കൻ, നളനും, ശരഭൻ, സുഷേണനും, വാദാത്മജൻ, അതായത് ഹനുമാൻ, വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധ ഒഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. ഒരു വിഷമവും കൂടാതെ കണ്ടുവരണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങി വരുന്നവൻ പ്രാണ അന്തികം ദണ്ഡമാശു ഭുജിക്കണം. ഏണാംഗ ശേഖരൻ തന്നാണ് നിർണയം. ആണിട്ട് പറഞ്ഞു, എങ്ങോട്ട് തിരക്കി പോയാലും പിന്നെ 30 ദിവസത്തിനകം വരണം. 30 നാൾ കഴിഞ്ഞ് വരുന്നവൻ 30 ദിവസം കഴിഞ്ഞ് വന്നാൽ എന്ത് വേണം? മരണപ്പെടണം.
അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ 30 ദിവസത്തിന് മുമ്പായിട്ട് തന്നെ നോക്കി കണ്ടുപിടിച്ച് വരണം. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് എവിടോട്ടെങ്കിലും പോകും, എന്തെങ്കിലും വന്നാൽ മതിയോ, അവർക്ക് അറിയണ്ടേ. അതുകൊണ്ട് 30 ദിവസത്തിന് മുമ്പായിട്ട് വന്നില്ലാത്ത പക്ഷം അവരെ വധിക്കണം, പ്രാണാന്തികം മരണശിക്ഷ കൊടുക്കണമെന്ന്. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞ് വരുന്നവൻ കാണത്തുമില്ല. 30 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ എന്താ അർത്ഥം? അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞു വരുന്നവരെ ശിക്ഷിക്കണം, മരണശിക്ഷ കൊടുക്കണം. 4 കൂട്ടത്തോട് യുദ്ധം 4 സ്ഥലത്തേക്ക് വിട്ടവരോടെല്ലാം ഇങ്ങനെ പറഞ്ഞു. 4 കൂട്ടത്തോട് യുദ്ധം നിയോഗിച്ചു, കാലമേ പോയാലും എന്നെ അയച്ചിടിനാൻ. അതായത് 4 വശത്തോട്ടും ഓരോ കൂട്ടരെ ഇത്ര പേര് ഇന്ന സ്ഥലത്തേക്ക് തെക്കോട്ട് വടക്കോട്ട് പടിഞ്ഞാറ് കിഴക്കോട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു. അത് 4 കൂട്ടത്തോട് യുദ്ധം നിയോഗിച്ചു, കാലമേ പോയാലും എന്ന് അയച്ചിടിനാൻ, പെട്ടെന്ന് പോയിട്ട് വരൂ എന്ന് പറഞ്ഞു വിട്ടു. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്ന് ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. യുദ്ധം കവികൾ പുറപ്പെട്ടു നേരത്ത് ഭക്തിയാ തൊഴുതു വായുതനേനും. കവികളെല്ലാം ഇങ്ങനെ അതിനുവേണ്ടി പൊക്കോണ്ടിരുന്ന സമയത്ത് തൊഴുത് ആരടുക്ക ചെന്നു? ഹനുമാൻ, വായുതനേൻ. എന്തിനാ? അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. ഹനുമാനും ഇവരുടെ കൂടെ പോകേണ്ടതാണെങ്കിലും ഹനുമാൻ അവരുടെ കൂടെ പെട്ടെന്ന് ഇറങ്ങാതെ ഭഗവാൻ അടുക്കലേക്ക് വന്നു. എന്താ കാരണം? ഭഗവാൻ വിളിച്ച് ഒരു രഹസ്യമായ കാര്യം പറയാനാണ്. എന്താണ്? അപ്പോൾ അവനെ വേറെ ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തി ആദരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. എന്താ പറഞ്ഞത്? മാനസേ വിശ്വാസം ഉണ്ടാവതിന് നീ ജാനകി കയ്യിൽ കൊടുത്തിയിടിതു സഖേ. ഒരു എന്തെങ്കിലും ഒരു കാണത്തക്കത് എന്താ പറയാൻ ഇതിലുണ്ടല്ലോ, എന്താ പറയുന്നത്? രാമനാമാങ്കിതമാ അങ്കുലീയകം. രാമനാമ എഴുതിയ അങ്കുലി, മോതിരമാന്ന് തോന്നുന്നു. രാമൻ്റെ നാമം, പേര് രാമനാമ അങ്കിതമാ അങ്കുലീയകം. ഫാമിലിക്കുള്ളിൽ വികല്പം കളവാനായി. ഇപ്പം ഹനുമാൻ അവിടെ ചെന്നാൽ ഹനുമാനെ ഭഗവാൻ വിട്ടാണെന്ന് അറിയണമെന്നത് എങ്ങനെയാ? ഹനുമാനെ കണ്ടിട്ടില്ല. സീതയെ കാണുമ്പോൾ ഹനുമാൻ ചെന്ന് കണ്ടു. പക്ഷേ അത് എവിടെ നിന്ന് വന്നു? ഇത് കവളിപ്പാണോ വേറെ വല്ലതുമാണോ? ഹനുമാനെ അതൊരു സീത കണ്ടിട്ടുമില്ല. അപ്പം രാമൻ്റെ നാമം പേര് കൊത്തിയ ഒരു മോതിരം കാണിക്കുമ്പോൾ വിശ്വസിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തു വിടുന്നതിനാണ്. അത് വിശ്വാസം ഹനുമാനോട് മാത്രമേ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഹനുമാനെ തന്നെ വിളിച്ച് ഭഗവാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് മാനസേ വിശ്വാസമുണ്ടാവതിന് നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ. രാമനാമ അങ്കിതമാ അങ്കുലീയകം. ഭാമിനിക്കുള്ളിൽ വികല്പം കളവാനായി എന്നോട് കാര്യത്തിനോർക്കിൽ പ്രമാണം നീ ഒതുങ്ങിയേ മറ്റാരുമില്ലെന്ന് നിർണയം. ഭഗവാന്റെ കാര്യത്തിന് ഉറപ്പ് വരുത്തുന്നത് പ്രമാണം. നമുക്ക് വസ്തുക്കളൊക്കെ എഴുതി പ്രമാണം ഒപ്പിക്കാണ് ഉറപ്പാണ്. അതിന് പ്രമാണം ഇങ്ങനെ മുദ്ര വയ്ക്കുന്നത്. അതുപോലെ ഭഗവാന് ഉറപ്പ് ആരെയാണ്? ഹനുമാനെയാണ്. പ്രമാണമാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഹനുമാനെ തന്നെ ഈ അങ്കുലീയകം കൊടുത്തു വിടുന്നത്. ഭാമിനിക്കുള്ളിൽ വികല്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയേ, നീ അല്ലാതെ മറ്റാരുമില്ലെന്ന് പറഞ്ഞു. വേറെ ആറ് കയ്യിലും, കാരണം സുഗ്രീവൻ പോകത്തില്ലല്ലോ, കുരങ്ങന്മാരല്ലേ പോകുന്നത്. അതുകൊണ്ട് സുഗ്രീവനും കുരങ്ങനാണെങ്കിൽ മറ്റ് രാജാവല്ലേ സുഗ്രീവൻ, മറ്റുള്ളവരെ പറഞ്ഞു വിട്ട് ചെയ്യിക്കുന്ന ഒരാളാണ് സുഗ്രീവൻ. സുഗ്രീവൻ കൂടെ പോകണ്ട. അപ്പോൾ ഹനുമാനാണ് നിയന്ത്രിച്ച് എല്ലായിടം കാര്യസ്ഥമായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഹനുമാൻ വിശ്വസ്തനായതുകൊണ്ട് പ്രമാണം എന്ന് വെച്ചാൽ അത്ര ഉറപ്പുള്ളതാണ് ഹനുമാന്. അതുകൊണ്ട് അത്ര ഭക്തനാണ്. അതുകൊണ്ട് ഭഗവാൻ ആ മോതിരം കൊടുത്തു വിട്ടു. പിന്നെ അടയാള വാക്കും അരുൾ ചെയ്ത്. എന്തെങ്കിലും തക്കതായ സീതയ്ക്ക് അറിവുള്ള വാക്കുകളും അദ്ദേഹത്തിന് പറഞ്ഞു വിടും. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഇന്നതുപോലെ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പം സീതയ്ക്ക് ഓർമ്മ വരും. അതപ്പോൾ ഹനുമാൻ അറിയണമെങ്കിൽ രാമൻ പറഞ്ഞിട്ട് തന്നെയാണല്ലോ എന്ന് വിശ്വസിക്കാൻ വേണ്ടി. അതുകൊണ്ട് പിന്നെ അടയാള വാക്കും അരുൾ ചെയ്തു. മന്നവൻ പോയാലും എന്ന് അയച്ചിടിനാൻ. ഭഗവാൻ പറഞ്ഞു, ഇനി പോയിക്കൊള്ളൂ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കവി സഞ്ചയം ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവപുത്രൻ നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തത്രൈവ തിരഞ്ഞതി സ്വത്തരം നീളെ നടക്കും ദശാന്തരേ. വിവിധങ്ങളായ നഗരത്തിലും ഗ്രാമത്തിലും രാജ്യങ്ങളും പുരങ്ങളും എല്ലായിടവും തിരഞ്ഞ് നടക്കുന്നു. ദശാന്തരേ പല രീതിയിൽ പോകുന്നു. അംഗദനും എല്ലാവരും, ജാമ്പവാനും ഹനുമാനും എല്ലാവരും. ഇനി
ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യ അചല അടവിപുക്ക് തിരയുമ്പോൾ വിന്ധ്യ അചലം പർവ്വതം, അടവി വനം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഗന്ധവാഹാത്മജ. ഗന്ധവാഹം എന്താണ്? കാറ്റ്, ഗന്ധം, കാറ്റിനെയാണ് പറയുന്നത് ഗന്ധവാഹാത്മക. അപ്പം അതിൻ്റെ പുത്രനാണ് ഹനുമാൻ. അപ്പം പ്രത്യേകിച്ച് ഇനി ഓർക്കണം, ആരായി ഗന്ധവാഹാത്മജൻ എന്ന് പറയുന്നത്? ആ പേരറിയില്ലല്ലോ, അതിനാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പം പുസ്തകമുള്ളവർ അവിടെയൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം, ഇത് ഹനുമാനിയാണ് അങ്ങനെ പറയുന്നത്. ഗന്ധവാഹാത്മജനാദികളൊക്കവേ, അങ്ങനെ ഹനുമാനും മറ്റുള്ളവരും വിന്ധ്യ അചല അടവിപുക്ക് തിരയുമ്പോൾ ഘോര മൃഗങ്ങളെയും കൊന്നു തിന്ന് അതിക്രൂരനായൊരു നിശാചര വീരനെ കണ്ട് വേഗത്തോടടുത്താരിത് ദശകണ്ഠനെന്നോർത്ത് കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാൻ. രാവണനാന്ന് കരുതി ഒരു ക്രൂരനായ നിശാചരനെ അവർ പെട്ടെന്നെ ഇല്ലാതാക്കി വധിച്ച്, കാരണം രാവണനാണെന്ന് കരുതി അങ്ങ് ചെയ്തു. ദുഷ്ടനെ നിഷ്ഠുരമായുള്ള മുഷ്ടി പ്രഹരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാർ. പങ്ക്രി മുഖൻ അല്ലിവനെന്ന് മാനസേ ചിന്തിച്ച് പിന്നെയും വേഗേന പോയവർ ഇവൻ പിന്നെ ദശകണ്ഠനല്ല എന്നവർക്ക് പിന്നെ മനസ്സിലായി. ഇനി സ്വയം പ്രഭാഗതി അടുത്തതാണ്. അന്ധകാരാരണ്യം ആശുപുക്കിടിനാർ അന്തരാദാഹവും വർദ്ധിച്ചത് ഏറ്റവും. അതായത് ഇരുൾക്കാട്, അന്ധകം എന്താണ്? ഇരുട്ട്. അന്ധകാ ആരണ്യം, സാധാരണ വനത്തിലാണെങ്കിലും വലിയ ഇരുള് കാണത്തില്ല, എന്നാൽ ഇവിടെ എന്താ ഇരുള് കൊണ്ട് നിറഞ്ഞ ഒരു ആരണ്യമാണ്. അത് അവിടേക്കാണ് പോകുന്നത്. അവിടെ ഇരുട്ടും കൂടെ ഉണ്ട്, അത്ര കുറ്റാക്കുറ്റി ഇരുട്ടാണ്. കാരണം രാത്രി പോലിരിക്കും, ഒട്ടും വെട്ടമില്ലാത്ത ഒരു വനമാണ്. അന്ധകാരാരണ്യം ആശുപുക്കിടിനാർ അന്തരാ ദാഹവും വർദ്ധിച്ചേറ്റവർക്ക് വലിയ ദാഹമുണ്ടായി. ശുഷ്ക കണ്ഠോ, അതായത് ശുഷ്ക കണ്ഠോഷ്ട താലു പ്രദേശത്തോടും എങ്ങനെയാ അത് വരണ്ട തൊണ്ടയും ചുണ്ടും അണ്ണാക്കെല്ലാം ഉണങ്ങി അവർക്ക് ദാഹിച്ച് കിടന്ന് കറങ്ങി എല്ലായിടവും നടക്കുമല്ലേ നോക്കി. ശുഷ്ക കണ്ഠോഷ്ട താലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും ഉണങ്ങി വരണ്ട നാക്ക് ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. ഇത്രയും ദാഹം വന്നപ്പോൾ അവർക്ക് അന്നേരം ഒരു ഗുഹ കണ്ട്, ഒരു ഗഹ്വരം കണ്ട്. വിധിപ്രകാരം അത്രയും കണ്ടല്ലേ പറ്റും, അത്ര ദാഹവും ക്ഷീണവും ഒക്കെ ആയി നാക്കെല്ലാം വരണ്ടുണങ്ങി എല്ലാവർക്കും വിഷമമായപ്പം വിധിപ്രകാരം ഒരു ഭാഗ്യത്തിന് ഒരു ഗഹ്വരം കണ്ട്. വല്ലീ തൃണഗണച്ഛന്നമായ ഒന്നിതില്ല അല്ലി ജലം എന്നോർത്തു നിൽക്കുമ്പോൾ ഈ വള്ളിയും തൃണം പുല്ലിൻ്റെ ഗണം അങ്ങനെ എല്ലാം കൊണ്ട് എന്ത് വന്നു, ഈ ഗഹ്വരത്തിനകത്ത് കാണാൻ വയ്യ, വെള്ളം ഉണ്ടെന്ന് തോന്നത്തില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കുക. അവിടെ കണ്ട് ആരും സഞ്ചാരമുണ്ടോ? പക്ഷേ അതിനകത്ത് വെള്ളം ഉണ്ടോ എന്നൊന്ന് അറിയണമെങ്കിൽ ഈ കാടും മൂടും എല്ലാം കിടക്കുക. വല്ലിയും തൃണവും ഗണം ഇതെല്ലാം കൂടെ ചേർന്ന്, വള്ളികളും പോച്ചയും മറ്റും എല്ലാം കാടും ചെടികളും എല്ലാം കൂടെ ചേർന്ന്, ഗണം വെച്ചാൽ എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഛന്നമായ ഒന്നിതില്ല അല്ലേ ജലമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജലമില്ലയോ എന്നവർ ഓർത്ത് നിൽക്കുമ്പോൾ, അപ്പം ഇവിടെ വെള്ളമൊന്നും കാണത്തില്ല എന്നവർ ഓർത്ത് നിൽക്കുമ്പോൾ ആദ്ര പക്ഷ ക്രൗഞ്ചഹം സാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാർ അതിൽ നിന്നുടൻ. അപ്പോൾ അവിടെ എന്തുവന്ന് നനവുള്ള ചിറകുകളോടുകൂടിയ ചക്രവാകങ്ങളും അരയന്നങ്ങളും മറ്റും ആകാശത്തിലേക്ക് അവിടെ നിന്ന് പറക്കുന്നു. പക്ഷിക്കൊക്കെ ഇങ്ങനെ പറക്കുന്നപ്പോൾ അവർക്ക് എന്ത് കിട്ടി? അവിടെ ചിറകിൽ നിന്ന് വെള്ളം വീണ് അവരുടെ ദേഹത്തേക്ക്. അപ്പോഴും മനസ്സിലാകുന്നത് അവിടോട്ട് ചെന്നാൽ വെള്ളം കിട്ടുമെന്ന്. അങ്ങനെ അപ്പം ആർദ്ര പക്ഷ ക്രൗഞ്ചഹം സാദി പക്ഷികൾ മുകളിലേന്ന് ഊർധ്വദേശേ പറന്നാൽ അതിൽ നിന്നുടൻ അവരുടെ ചിറകിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്ന് വീണു ജലഗണം, ജലത്തുള്ളികൾ ഇങ്ങനെ അവരുടെ ചിറകിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് താഴേക്ക് വീണപ്പോൾ മർക്കടന്മാർ അത് കണ്ട് കൽപ്പിച്ചാർ. അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി നല്ല ജലം ഇതിലുണ്ടെന്ന് നിർണയം. എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇറങ്ങാം, എവിടെ നല്ല വെള്ളമുണ്ടെന്ന് തോന്നുന്നു. കാരണം പക്ഷികൾ പറന്നപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ദേഹമൊക്കെ ഒന്ന് നനച്ച് കുടഞ്ഞുകൊണ്ടൊക്കെ പോയതായിരിക്കും. അതായിരിക്കും ഇവർക്ക്, അതുമല്ല ഇവർക്ക് അത്ര ദാഹമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പരീക്ഷണത്തിന് അതൊരു നേരായ മാർഗമായല്ലോ, ഒരു വിശ്വാസമായല്ലോ ആ വെള്ളം കാണുമെന്ന്. അവരുടെ ചിറകളിൽ നിന്നിങ്ങനെ വെള്ളം വീണ് ജലഗണം തുള്ളികൾ വീണപ്പോൾ അവരതിൽ കൽപ്പിച്ചു നല്ല ജലം ഇതിലുണ്ടെന്ന് നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക, നമുക്ക് എല്ലാവർക്കും ഇതിലിറങ്ങാം എന്ന് പറഞ്ഞൊരു നേരത്ത് മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർക്ക് മുമ്പേ ആരിറങ്ങി? മാരുതി, ഹനുമാൻ ഇറങ്ങി. അതിൻ്റെ പുറകെ മറ്റുള്ളവരും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞ് ഇത് ഇരുട്ടുകൊണ്ടന്നേരം അവർക്ക് അത് എന്തോ അന്ധകാര ഇരുട്ട് നിറഞ്ഞൊരു കാനനമാണ്. അതുകൊണ്ട്
കണ്ണ് കാണാഞ്ഞ് ഇത് ഇരുട്ടുകൊണ്ട് അന്നേരം അന്യോന്യം ഒത്ത് കൈയും പിടിച്ച് ആകുലാൽ എല്ലാവരും തങ്ങളി കൈയും കോർത്ത് പിടിച്ച് ആകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാൽ അതീവ ദൂരം തത്ര കണ്ടിത്. അങ്ങനെ പോയി കണ്ടപ്പോൾ എന്താ ദൈവം തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ അതിദൂരം പോയി എന്താ കണ്ടത്? മുന്നിലാമാർ ധന്യദേശസ്ഥ നല്ല ധന്യമായ ദേശം കണ്ടു. സ്വർണ്ണമയം മനോമോഹനം കാണുന്നവർ നല്ല സ്വർണ്ണമയം പോലെ ഒരു ദേവലോകം പോലിരിക്കുന്ന ഒരു മനോമോഹനം കാണുന്നവർ കണ്ണിനും ഏറ്റവും ആനന്ദകരം പരം. ആ കണ്ണുകൾ അപ്പോൾ ഇരുട്ടത്ത് തപ്പി കൈകളും പിടിച്ച് കോർത്തോണ്ട് നടന്നവരാണ്. കുറേ ദൂരം ചെന്നപ്പോൾ കണ്ടത് എന്താ? മനോഹരമായിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ദേശം. കണ്ണിനും ഏറ്റവും ആനന്ദകരം പരം വാപികളുണ്ട് മണിമയ വാരിയാൽ ആപൂർണകളായ അതീവ വിശദമായി വാപികൾ, അത് കിണറോ കുളമോ ഒക്കെ അവിടെ ഉണ്ട്. വാപികളുണ്ട് മണിമയ വാരിയ ആപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട്. കൽപ്പവൃക്ഷത്തിന് തുല്യമായി എന്തൊക്കെ വേണോ അവിടെ ഉണ്ട്. അത്ര എന്നുവെച്ചാൽ ദേവലോകം പോലെ സാർവ്വതം അവിടെ ഉണ്ട് താനും. അത്രത്തോളം മനോഹരവുമാണ്. അവരെ അങ്ങനെ കണ്ടു. പക്വഫലങ്ങളും വൃക്ഷങ്ങളും കൽപ്പവൃക്ഷം പോലെ എല്ലാം തുല്യമായി, കൽപ്പവൃക്ഷം തുല്യമായത്. പീയൂഷ സാമ്യം അത് ദ്രോണി സംയുതപേയ ഭക്ഷ്യ അന്ന സഹിതങ്ങളാൽ എല്ലാം ഭക്ഷ്യ ആഹാരങ്ങളും എല്ലാം ഉണ്ട്, അന്നമുണ്ട്. സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട്, അതായത് വസതികൾ. അവിടെ ചെന്നാൽ ഇരിക്കുകയോ കിടക്കുകയോ വീടുകൾ, ഭവനങ്ങൾ. വസ്ത്യങ്ങളുണ്ട് പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായ വസ്ത്രവും രത്നവും എല്ലാം അവിടെ ഉണ്ട്. ദേവലോകത്തിന് തുല്യം പോലെ തന്നെയാന്ന് പറയാം. അങ്ങനെ എല്ലാവർക്കും അവിടെ കണ്ടിട്ട് മാനസമോഹനമായ ദിവ്യസ്ഥലം, മനസ്സിന് സന്തോഷകരമായ ദിവ്യമായ സ്ഥലം. മാനുഷവർജിതം ദേവഗേഹോപമം. എന്നാൽ അവിടെ മനുഷ്യർ വർജിതം മനുഷ്യരല്ല. പിന്നെ ദേവഗേഹോപമാണ്, ദേവന്മാർക്കുള്ള ഭവനം പോലെയാണ്. തത്രഗേഹേ മണി കാഞ്ചന വിഷ്ടരേ ചിത്രാകൃതി പൂണ്ട് കണ്ടാൽ ഒരുത്തിയേ. അങ്ങനെയുള്ള ആ ദേവഗേഹോപമത്തിൽ എന്ത് കണ്ടു? ആ ഗേഹത്തിൽ, ആ ഭവനത്തിൽ, ഗേഹം വെച്ചാൽ ആ വീട്, അവിടെ ഒരു എന്തെങ്കിലും മണിമാളികയോ എന്തെങ്കിലും ആവാം. അതങ്ങനെ മണി കാഞ്ചന വിഷ്ടരെ, അവിടെ നന്നായി മണികാഞ്ചന സ്വർണ്ണം പോലുള്ള ഇത് ഇരിപ്പിടം, സ്വർണ്ണ മണി കാഞ്ചന വിഷ്ടരേ യോഗം ധരിച്ച് ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി നല്ല സുന്ദരമായ സ്വർണ്ണ കസേരയിൽ അവിടെ ഇരിപ്പിടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രാകൃതിയുള്ള നല്ല ഭംഗിയുള്ള സ്വർണ്ണം കൊണ്ടുള്ള കസേരയ്ക്കകത്ത് കസേരയായിരിക്കാം, ഇരിപ്പിടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നത്. അതായത് ചിത്രാകൃതി പൂണ്ട് കണ്ടാൽ ഒരുത്തിയെ. യോഗം ധരിച്ച് ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവക ജ്വാലാ ആഭകർന്ന് അതിപാവനയായ മഹാഭാഗയെ കണ്ടു. മഹതി. നമ്മൾ മഹാത്മാക്കളെന്ന് പുരുഷന്മാരെ പറയും, എന്നാൽ മഹതി എന്ന് സ്ത്രീകളെ പറയും. മഹാത്മാക്കൾക്ക് തുല്യമായ സ്ത്രീ, അപ്പോൾ അവനെ മഹതി എന്ന് പറയും. നല്ലൊരു മഹതിയാണ് ധ്യാനിച്ചിരിക്കുന്നത്. എങ്ങനെ? യോഗമൊക്കെ ധരിച്ച് ജടാവൽക്കലൊക്കെ പോണ്ട് യോഗിനി വെച്ചാൽ യോഗം ചെയ്തിരിക്കും, ഭഗവാനുമായിട്ട് യോഗമായിരിക്കുന്ന, അതാണ് യോഗിനി എന്ന് പറയുന്നത്. ഈശ്വരനായിട്ട് എപ്പോഴും ലയിച്ചിരിക്കുന്നവരെയാണ് യോഗികൾ എന്ന് പറയുന്നത്. അപ്പോൾ യോഗിനി എങ്ങനെ? നിശ്ചല ധ്യാന നിരതയായിരിക്കും, എപ്പോഴും ധ്യാനത്തിലിരിക്കുക, നിശ്ചലമായിട്ട്. കാരണം ഇളക്കമില്ലാതെ അനക്കമില്ലാതെ സമാധിയിലിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് പാവക സമാഭകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. പാവക ജ്വാല തീ പോലെ, അഗ്നി ജ്വലിക്കുന്നത് പോലെ അത്ര ശോഭയോടുകൂടിയിരിക്കുക ഈ യോഗിനി. പാവനയാണ് താനും. അങ്ങനെയുള്ള മഹതിയാണ്. അവരെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ട് വണങ്ങിനാർ. അങ്ങനെ ഇവരെന്ത് ചെയ്തു? അവരെ കണ്ടപ്പോൾ തന്നെ ഭക്തിയുണ്ട്, എന്ന ഭയമുണ്ട്. കാരണം അവർ ഒരുത്തേ ഉള്ളു താനും. മറ്റ് മനുഷ്യരാരും അവിടെ വർജിതമാണ്, മനുഷ്യരൊന്നുമില്ല, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ കണ്ട് ഭക്തിയും തോന്നിച്ചെന്ന ഭയവും ഉണ്ട്. കാരണം എന്തെന്നറിയില്ലല്ലോ. അങ്ങനെ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. ഇപ്പം ഈ വാനരന്മാരെ കണ്ട്, ഇവർ കുറേ
കുരങ്ങന്മാരുണ്ടല്ലോ, ഇവരെ കണ്ട് ഈ യോഗിനി, അപ്പോൾ ശാഖാമൃഗങ്ങളെ കണ്ട് മോദം പൂണ്ട് സന്തോഷിച്ചുകൊണ്ട് യോഗിനി താനും ഇവരോട് ചോദിക്കുന്നു, ഈ കുരങ്ങന്മാരുടെ എല്ലാം പറയുന്നു, നിങ്ങൾ ആരാകുന്നതെന്ന് പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എന്താ ഇവിടേക്ക് വരാനുള്ള കാരണം? നിങ്ങൾ ആരാണ്? എങ്ങനെ മാർഗം അറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഇവിടത്തേക്ക് മാർഗം, ഇവിടുത്തെ വഴി എങ്ങനെ അറിഞ്ഞു? ഇവിടെ വരാനുള്ള വഴി, പിന്നെ ഇനി എങ്ങനെ പോകുന്നത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് ഇതൊക്കെ പറയണം എന്നിവ കേട്ടൊരു വായുതനയനും ഹനുമാൻ നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. ഹനുമാനല്ലേ ആള്, വിനീതത്തോടുകൂടി തന്നെ മഹതിയെ വണങ്ങി പറഞ്ഞു, വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യം ഒഴിഞ്ഞ് പറയുമാറില്ല. ഞാൻ സത്യം അല്ലാതെ ഞാനൊന്നും പറയത്തില്ല. ഞാൻ സത്യം ഒഴിഞ്ഞത് സത്യമല്ലാതെ ഞാൻ സത്യമേ പറയുകയുള്ളൂ. വൃത്താന്തമൊക്കെ കേട്ടാലും പറയുവാണ്. ഉത്തര കോസലത്തിങ്കൽ അയോധ്യ എന്നുത്തമയായുണ്ടൊരു പുരി പൂതലേ. അയോധ്യാപുരി ഭൂമിയിലുണ്ട്. ഇവിടെ ഉത്തര കോസലത്തിൽ അയോധ്യ എന്നുള്ളൊരു പുരിയുണ്ട് ഈ ഭൂമിയിൽ. തത്രൈവ വാണു ദശരഥനാ നൃപൻ. പുത്രനുണ്ടായി ചമഞ്ഞത് 4 പേർ. ഇതൊക്കെ അറിയാലോ, 4 പേരാണ് ദശരഥൻ്റെ മക്കളെന്ന്. നാരായണ സമൻ ജ്യേഷ്ഠൻ അവകളിൽ ശ്രീരാമനാകുന്നതെന്ന് അറിഞ്ഞാലും ഈ പുത്രന്മാരിൽ വെച്ച് മൂത്ത മകനാണ് നാരായണൻ സമനാണ്. ഭഗവാൻ ശ്രീനാരായണന് സമനാണ് രാമൻ ശ്രീരാമനാകുന്നെന്നറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായ അവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലം ഒരു ദിനം. അങ്ങനെ പിതാവിൻ്റെ ആജ്ഞപ്രകാരം അവർ സഹോദരനും സീതയുമായിട്ട് രാമൻ വനത്തിൽ വന്നു. വിപിനസ്ഥലെ വനത്തിൽ വന്ന് മോദേന സന്തോഷം കഴിയുന്ന സമയത്ത് ഒരു ദിവസം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ട് ആശു പോയിടിനാൻ പത്നിയെ. അതും അറിയാലോ, രാവണൻ കട്ടുകൊണ്ട് പോയത്. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ഇങ്ങനെ നോക്കി തിരഞ്ഞു നടക്കുമായിരുന്നു ഈ ജ്യേഷ്ഠനും അനുജനും. അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു. തമ്മിൽ അന്യോന്യമായി അങ്ങനെ സുഗ്രീവനും ശ്രീരാമനോട് സഖ്യം ചെയ്തു. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവന് രാജ്യവും നൽകിനാൻ. അതുകൊണ്ട് ജ്യേഷ്ഠനായ ബാലിയെ കൊന്നിട്ട് രാജ്യം തിരിച്ച് മടക്കി കൊടുക്കാമെന്ന് സഖ്യം ചെയ്ത് ഇവർ രണ്ടും. ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞ് സീതയെ കണ്ടുവരികെന്ന് തിരക്കി പിടിച്ച് ശ്രീരാമൻ്റെ ഒരു ദിവസം കട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞല്ലോ നിശാചരൻ. അപ്പം അതുകൊണ്ട് ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായിട്ട് ഭഗവാൻ ഇങ്ങനെ ഭാര്യയെ കൊന്ന് വേണ്ടുന്നതൊക്കെ നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞത് അനുസരിച്ച് അതിന് പ്രത്യുപകാരമായി തിരിച്ച് ശ്രീരാമൻ എന്ത് ചെയ്യണം? ആരാഞ്ഞ് തിരക്കി സീതയെ പിടിച്ചു കൊടുക്കണമെന്ന് സുഗ്രീവനും തിരിച്ചങ്ങോട്ട് സഖ്യം ചെയ്തു. വാനര നായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതെല്ലായിടവും, അങ്ങനെ എല്ലായിടവും 4 ദിക്കിലേക്കും വാനരന്മാരെ പറഞ്ഞു വിട്ടേക്കുവാണ്. അങ്ങനെ ഇവരിവിടെ വന്നെന്നാണ് പറയുന്നത്. ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിന് 1,00,000 കവിവരന്മാരുണ്ട് ഞങ്ങളും. അപ്പോൾ തെക്കോട്ട് പോകാൻ ഞങ്ങൾ 1,00,000 പേരുണ്ട്, കവിവരന്മാരുണ്ട് അത് ഞങ്ങളാണ്. ഹനുമാനാണ് പറയുന്നത്. ദാഹം പൊറാഞ്ഞ് ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കിയതറിയാതെ ദൈവവശാൽ ഇവിടെ പോന്ന് വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ഞങ്ങൾക്ക് ദാഹം പൊറാഞ്ഞ് എന്നുള്ള ദാഹം വരുത്തിട്ട് സഹിക്കാൻ വയ്യാതെ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ച് മോഹന ഈ ഗഹ്വരത്തിൽ, ഇവിടെ ഒരു ഗഹ്വരുണ്ട്, അവിടെ അത് അറിയാതെ അവിടെ നിന്ന് പൊക്ക്. ദൈവവശാൽ അങ്ങനെ നടന്ന് ഇവിടേക്ക് വന്നു. അത് ദേവി അങ്ങനെയാണ് കണ്ടത്. എന്തായാലും അത് ഭാഗ്യമാണ് എന്ന് ഹനുമാൻ പറഞ്ഞു. ആരെന്നതും ഞങ്ങൾ ഏതും അറിഞ്ഞില്ല, നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ. അങ്ങ് ആരാണെന്ന്, ഈ മഹതി ആരാണെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അത് നേരെ സത്യമാണല്ലോ ഹനുമാൻ പറഞ്ഞത്. അതുകൊണ്ട് സത്യമായിട്ടുള്ളത് നേരെ അരുൾ ചെയ്യണം അതും ശുഭേ. മഹതിയെടുത്ത് പറഞ്ഞു, അവിടുന്നും ഞങ്ങൾക്ക് നേരെ ഉള്ളത് പറഞ്ഞു തരണം ആരാണെന്ന്. അപ്പോൾ പറയുന്നു, യോഗിനി താനും അത് കേട്ട് അവരോട് വേഗന മന്ദസ്മിതം പൂണ്ടു ചെല്ലുന്ന സന്തോഷത്തോടെ അവർ പറയുന്നു, പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തം ആദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. നിങ്ങൾ ആദ്യമേ നിങ്ങൾ ക്ഷീണം മാറ്റൂ, നിങ്ങളുടെ ബുദ്ധി തെളിയട്ടെ. ഇപ്പം നിങ്ങൾക്ക് ദാഹം കഷ്ടപ്പെട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പക്വഫലങ്ങളും അമൃതപാനമൊക്കെ ചെയ്ത് തൃപ്തി വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും, ദേഹത്തിന് കുളിർമയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബുദ്ധി തെളിയും, മന്ദതയൊക്കെ തീർന്ന് ക്ഷീണം മാറ്റി വരുവിൻ. അപ്പോൾ മാമ ഞാൻ എൻ്റെ വൃത്താന്തമല്ല ആദിയെ ചൊല്ലിത്തരാം എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യമേ ഈ കുരങ്ങന്മാരുടെ ക്ഷീണം മാറ്റാൻ ആവശ്യപ്പെട്ടു. എന്നത് കേട്ടവർ മൂലഫലങ്ങളും നന്നായി പൂജിച്ചു, മധുപാനവും ചെയ്തു. അവർ അമൃതൊക്കെ കുടിച്ച്
പിന്നെ മൂലഫലങ്ങളൊക്കെ തിന്ന് സുഖിച്ചു. ചിത്തം തെളിഞ്ഞു, അങ്ങനെ അവരുടെ മനസ്സ് തെളിഞ്ഞു. ദേവി സമീപം ബുക്ക് ബദ്ധാഞ്ജലി പൂണ്ട് നിന്നോരനന്തരം ചെന്ന് തൊഴുതു നിന്നു. ചാരുസ്മിതപൂർവം അഞ്ജസാ യോഗിനി ചാരുസ്മിതപൂർവം അഞ്ജസാ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. അപ്പം മാരുതിയോട് ആ ദേവി പറയുന്നു, വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ മുക്തേന്ദു ശേഖരൻ തന്നെ. അതുമൂലം പരമശിവനെ വിശ്വമോഹന രൂപിണിയാകിയ വിശ്വകർമാവിൻ്റെ മകളായ, വിശ്വകർമാവ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വിശ്വകർമാവിൻ്റെ മകളായ ഹേമ മനോഹരിയാണ്. അതിനെ നൃത്തം കണ്ട് സന്തുഷ്ടനായി പരമശിവൻ. അപ്പോൾ പരമശിവൻ എന്ത് ചെയ്തു? മുക്തേന്ദു ശേഖരൻ തന്നെ അതുമൂലം ആ നൃത്തം കണ്ട് സന്തോഷിച്ചിട്ട് ദിവ്യപുരം ഇതം നൽകി. ഞാൻ ഈ പുരം, ഈ ദിവ്യമാകുന്ന ഈ പുരം ഇവിടെ ഇത് നൽകി. ആർക്ക് കൊടുത്തു? ഈ എന്താ പേര്, ഹേമ, വിശ്വകർമാവിൻ്റെ മകളായ ഹേമയ്ക്ക് കൊടുത്തതാണ് ഈ ദിവ്യപുരം, ഈ പുരം ഇതം ഇവിടെ ഇത് കൊടുത്തു നൽകി. ഞാൻ ഈശ്വരനാരാ പരമേശ്വരൻ കൊടുത്തു. എന്തിനാ കൊടുത്തത്? നൃത്തം കണ്ട് സന്തുഷ്ടനായി, ഭഗവാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സ്ഥലം ആ ഹേമയ്ക്ക് കൊടുത്തു, വിശ്വകർമാവിന് മകൾക്ക് കൊടുത്തു. ദിവ്യ സംവത്സരാണ് അയുധായുധം ഉത്സവം പൂണ്ട് വസിച്ചാളിഹപുര. എന്നിട്ട് പറഞ്ഞു 10 കോടി അയുധായുധം, ദിവ്യ സംവത്സരാണ് അയുധായുധം ഉത്സവം പൂണ്ട് അത്രത്തോളം നാള് ഉത്സവം എന്ന് വെച്ചാൽ ആഘോഷത്തോടു കൂടി വസിച്ചാളിഹപുര, ഇവിടെ അങ്ങനെ വസിക്കുമെന്ന് ഭഗവാൻ വരവും കൊടുത്ത് ആ ഹേമയ്ക്ക്. എന്താണ് പേര്? ഹേമ. തൽസഖി ഞാനിഹ, ഇവിടെ ഇത് ഞാൻ, അത് ആ ഹേമയുടെ സഖിയാണ്, തോഴിയാണ്, കൂട്ടുകാരിയാണ്. തൽസഖി ഞാനിഹ നാമന സ്വയംപ്രഭ, എൻ്റെ പേര് സ്വയംപ്രഭ. നാമന തൽസഖി ഞാനിഹ നാമന സ്വയംപ്രഭ, എൻ്റെ പേര് സ്വയംപ്രഭ. ഞാൻ ആ കുട്ടിയുടെ ഹേമയുടെ സഖിയാണ്. സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. അപ്പം എപ്പോഴും മോക്ഷത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ഗന്ധർവപുത്രി സദാ എപ്പോഴും വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചത് ഹേമയും. അങ്ങനെ വിഷ്ണു തൽപരയായി ഭജിച്ചിരുന്ന ആ ഹേമ എന്ത് ചെയ്ത്? ബ്രഹ്മലോകത്തേക്ക് പോയി. അപ്പോൾ ഈ സഖി ഒറ്റയ്ക്കായി. അപ്പോൾ അത്രയ്ക്ക് ഭക്തിയുള്ള തപസ്സിനി ആയിരുന്നു ഈ ഹേമ. അതുകൊണ്ട് ഗന്ധർവപുത്രിയായിരുന്നു. സദാ എപ്പോഴും എന്ത് ചെയ്തു? വിഷ്ണു തൽപരയാ, ഭഗവാനെ തന്നെ താല്പര്യത്തോടുകൂടി ഭജിച്ചിരിക്കുമായിരുന്നു ആ ഹേമ. അതുകൊണ്ട് ബ്രഹ്മലോകം പ്രവേശിച്ചതു ഹേമയും. നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ. ആ കുട്ടി എന്നോട് പറഞ്ഞു, നിർമ്മലഗാത്രിയാണ്, അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ സഖി പറഞ്ഞു, സന്തതം നീ തപസ്സം ചെയ്തിരിക്കടോ, ഇവിടെ തന്നെ നീ എപ്പോഴും കഴിയൂ, തപസ് ഇവിടെ തന്നെ കഴിയൂ. ജന്തുക്കൾ അത്ര വരികയും ഇവിടെ ആരും വിഷമിക്കാൻ മൃഗങ്ങളൊന്നും വരത്തില്ലല്ലോ, ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഇപ്പം ത്രേതായുഗത്തിൽ ഭഗവാൻ നാരായണൻ വിഷ്ണു ഭൂമിയിൽ ജാതനായിടും ദശരഥപുത്രനായി, ദശരഥ മഹാരാജൻ പുത്രനായിട്ട് ഇവിടെ വരും. അപ്പോൾ ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുവതിൽ ക്രൂരനായിടും ദശാനനൻ. അക്കാലം ദശ ആനനൻ 10 തലയുള്ളവൻ ഇവിടെ വരും. ഇവിടെ ആര് വരും? ശ്രീരാമ ഭഗവാൻ വരും. എന്തിനാ? ഈ ദശാനനെ വധിക്കാൻ. ഭൂഭാരനാശാർത്ഥം, ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലെ വനത്തിൽ ഭൂപതി, ഭഗവാൻ ശ്രീരാമനാണ് ഭൂപതി, സഞ്ചരിച്ചിടും ദശാന്തരെ. ത്രേതായുഗത്തിൽ ഭഗവാൻ വിഷ്ണു നാരായണൻ അവതരിച്ചു വരും. ശ്രീരാമ പത്നിയെ കട്ടുകൊണ്ടു പോകും. ആരാ? ദശാനൻ. ക്രൂരനായിടും ദശാനൻ അക്കാലം. അപ്പോഴങ്ങനെ ജാനകി ദേവിയെ അന്വേഷണത്തിനായി, ഇപ്പം അങ്ങനെ വന്നതാണ് ഇവർ. ശ്രീ ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹ മന്ദിരെ. ഈ ഗഹ്വരത്തിൽ ഇങ്ങനെ വരും, അതോടെ ഉറപ്പായി ഇപ്പം വന്നു കഴിഞ്ഞു. അത് ഇവർ പറയുന്നു. ഈ ഹനുമാനോട് ഇതാണ് സംഭവം. സൽക്കരിച്ചിട്ട് അവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭഗവാൻ നാരായണൻ തന്നെയാണ് ശ്രീരാമൻ. അവിടെ പോയി വണങ്ങണം. അവർ ഇപ്പോഴാണ് അത് അറിയുന്നത്. ഹനുമാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അവർ അവിടെ പോയി ഭഗവാനെ കാണും. അപ്പോഴെന്താ ഇവിടെ വാനന്മാരിങ്ങനെ വരും ഗുഹാമന്ദിരത്തിൽ. അപ്പോൾ അവരെ സൽക്കരിക്കണം. അവർ വിശന്ന് ദാഹം കൊണ്ട് പെരുകിയല്ലേ വന്നത്. അപ്പോൾ അവിടെ എന്താ പക്വഫലങ്ങളും ജലങ്ങളും മധുപാനവും ഒക്കെ കൊടുത്ത് പ്രീതിയായിട്ടാണ് ഇത് ചോദിച്ചത്. അപ്പോൾ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്യണം എന്ന് പറയുന്നതിന് ഉപകാരം ചെയ്തിട്ട് ശ്രീരാമദേവനെ കണ്ടു വണങ്ങണം. ആരാണ് ശ്രീരാമദേവൻ? നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭഗവാൻ ശ്രീ നാരായണൻ തന്നെയാണ്, പരമാത്മാവായ നാരായണൻ തന്നെയാണ് രഘുത്തമൻ.
ഭക്തിയാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. അതുകൊണ്ട് ഭക്തിയായിട്ട് ഭഗവാനെ സ്തുതിച്ചാൽ തവ അങ്ങേക്ക് മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ, നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. അതുകൊണ്ട് ഈ ഹനുമാനോട് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം മനസ്സിലായല്ലോ, ശ്രീരാമൻ അവിടെ ഉണ്ട്, അവിടേക്ക് എനിക്കിനി പോകണം, ചെന്ന് കാണണം. അതുകൊണ്ട് ആകെ ഞാനിനി ശ്രീരാമദേവനെ വേഗന കാണാനായി പോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടാൻ. നിങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് വെച്ചാൽ ഈ ഗുഹയിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എവിടെ നിന്ന്, ഇപ്പം അത് കണ്ണ് കാണാത്ത ഇരുട്ടായ ഒരു ഗുഹയ്ക്കകത്തായി പോയില്ലേ വഴി അറിയാതെ. അതുകൊണ്ട് ഇനി നിങ്ങളെ യഥാർത്ഥ വഴി കൊണ്ടാക്കാം. നിങ്ങൾ എല്ലാം കണ്ണടച്ചിടുക, നിങ്ങൾ കണ്ണടച്ച് നിൽക്കണം. കണ്ണടച്ച് നിൽക്കുമ്പോൾ അവിടെ തന്നെ എത്തും. അവർ ഇതുള്ളവരാ, അവർ സിദ്ധിയുള്ളവരാണ്, യോഗിനിയല്ലേ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിത അടവി ബുക്ക് ചെയ്തു. അങ്ങനെ അവർ എവിടെ പൂർവ്വസ്ഥിതിയിൽ നിന്ന് അടവി വനം അവിടേക്ക് ചെന്നു. ചിത്രം വിചിത്രം എന്ന് ഓർത്ത് അവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിയാർ. അങ്ങനെ അവർക്ക് നേരെയുള്ള വഴി കണ്ട് അതിൽ നടന്നു. അവർ അറിയാത്തൊരു ഗഹുരത്തിലെ വന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ എങ്ങോട്ട് പോകണം, കുറ്റക്കുറ്റി ഇരുട്ട അറിയത്തില്ല. നടന്നപ്പോൾ ഈ മഹതിയുടെ ഭവനത്തിലേക്കാണ് ചെന്നത്. അത് വന്നേ പറ്റൂ. അവരവിടെ ഭഗവാനെ കാണാനും ത്രേതായുഗത്തിൽ ശ്രീരാമൻ നാരായണൻ അവതരിച്ച് വരും, അപ്പോൾ കാണണമെന്ന് പറഞ്ഞിരിക്കുകയല്ലയോ. അത് നേരെ പറഞ്ഞു തരാ. നേരത്തെ പോയ ഹേമ ഇതെല്ലാം പറഞ്ഞ് അവിടെ കഴിയൂ, ഇന്ന ത്രേതായുഗത്തിൽ ഭഗവാൻ വരും, അപ്പോൾ കാണാം എന്നെല്ലാം പറഞ്ഞതനുസരിച്ച് ഇപ്പം സംഭവിച്ചു. ഇനി സ്വയം പ്രഭാസ്തുതി. അതാണ് യോഗിനെയും ഗുഹവാസം ഉപേക്ഷിച്ച്, ആ ഗുഹയിലെ വാസമൊക്കെ ഉപേക്ഷിച്ച് യോഗേശ സന്നിധി പുക്കാൾ അതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ട് കൃത്വാ പ്രദക്ഷിണം ഭക്തിയാ സകൽഗതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. അവരെന്ത് ചെയ്തു? യോഗിനി ഗുഹാവാസമൊക്കെ അവിടുത്തെ ഗഹുരത്തിലെ വാസമൊക്കെ ഉപേക്ഷിച്ചിട്ട് യോഗേശ സന്നിധി പുക്കൾ ഭഗവാൻ അടുക്കലേക്ക് വന്നു. ശ്രീരാമനോട് കഴിച്ച് അവിടേക്ക് വന്നു. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? ലക്ഷ്മണനും സുഗ്രീവനും ഭഗവാൻ അടുക്കലുണ്ട്. സേവിതനായി ഇരിക്കുക ഭഗവാൻ അവരടുക്കൽ. ലക്ഷ്മണനും സുഗ്രീവനെയും അവിടെ ഉണ്ട്. അവരടുക്കൽ ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് ലക്ഷ്മീശനെ കണ്ട് കൃത്വ ഒരു പ്രദക്ഷിണം ഭക്തിയാസ ഗൽഗതം, കണ്ണുനീരും എങ്ങനെയാ സകൽഗത ഭക്തി മുഴുത്തുള്ള ഗൽഗതം. അങ്ങനെ രോമാഞ്ച സമേതം, എന്താ പറയുക, നമ്മളിത് പറയുമ്പോൾ കേൾക്കും നമുക്കും ഉണ്ടാകുന്നല്ലോ ഗൽഗതവും രോമാഞ്ചമൊക്കെ. അതുപോലെ ആ മഹതിക്കും ആ രോമാഞ്ച സംയുതം നത്വ മുഹുസ്തുത്വ ബഹുദം. വീണ്ടും അവർ ഭഗവാനെ സ്തുതിച്ചും പിന്നെ പാദത്തിൽ നമസ്കരിച്ചും ബഹുവിധം. ദാസീ തവാഹം, ദാസി ഞാൻ ദാസിയാണ്, തവ അഹം തവ അങ്ങയുടെ, ദാസി തവ അഹം. ഇതിൽ കിടക്കുന്ന ദാസി തവ അഹം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ അർത്ഥം നോക്കി വായിക്കണം. എല്ലാവർക്കും എനിക്ക് അറിയില്ലെങ്കിൽ ഇപ്പം ഞാൻ തവ എന്ന് വെച്ചാൽ അങ്ങ്, അഹം വെച്ചാൽ ഞാൻ, ദാസി ഞാൻ അങ്ങയുടെ ദാസിയാണ്. ഇതാണ് അവർ പറയുന്നത്. ദാസി തവ അഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ. അങ്ങയുടെ ദാസിയാണ് വാസുദേവ പ്രഭോ രാമ ദയാനിധേ. അവർ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. സ്വയം പ്രഭാസ്തുതി അവർ തന്നെ പ്രഭയോടുകൂടിയ സ്തുതിയാണ്. കാൺമതിനായി കൊണ്ടുവന്നേൻ ഇവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. അനേകായിരം സംവത്സരമാണ് അവർ ധ്യാനിച്ചിരുന്നത്, തപസ്. തദ്രൂപ സന്ദർശനാർത്ഥം തപോബല അദ്ദൈവ നൂനം ഭരിതം രഘുപതേ. ശ്രീരാമരൂപം കാണാനായിട്ടിങ്ങനെ തപസ് ചെയ്ത് അദ്ദൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി വേദ്യനല്ല ആരാലുമേ ഭവാൻ നിർണയം. ആർക്കും വേദിക്കാൻ പറ്റുന്നതല്ല ഭഗവാന്. അന്തർബഹിർസ്ഥിതം, അകത്തും പുറത്തും, അതായത് നമ്മുടെ എല്ലാ ഉള്ളിലും നമ്മുടെ ദേഹത്തിൻ്റെ പുറത്തും ലോകം മൊത്തവും സർവസ്ഥിതം. ബഹിരെന്ന് വെച്ചാൽ വെളിയിൽ, അകത്ത്, നമ്മുടെ അകത്തും പുറത്തും സ്ഥിതം ഭഗവാൻ. സർവഭൂതങ്ങളിലും. നമ്മളിതൊക്കെ പഠിക്കണം. എപ്പോഴും വായിക്കുന്ന, പക്ഷേ നിങ്ങൾ മറന്നു പോകുന്നു. ചിന്തിക്കുമ്പോൾ എപ്പോഴും ഇതൊക്കെ മനസ്സിൽ മനനം ചെയ്യുമ്പോൾ നമുക്ക് ഏതിനെ കണ്ടാലും, ഏത് ഭൂതം ഏത് സത്തുക്കളെ കണ്ടാലും അതിലെല്ലാം ഭഗവാനാണ് നമ്മൾ ഉറക്കുക. അന്തർബഹിർസ്ഥിതം സർവഭൂതേഷ്വപി സന്തതം ലക്ഷ്യം ആദ്യന്തഹീനം പരം. സന്തതം ലക്ഷ്യം ആദ്യന്തഹീനം പരം. മായായവനിക ചന്നനായ മായായവനിക, മായയാകുന്ന എന്തു പറയും, യവനിക എന്ന് വെച്ചാൽ ഇത് ഈ തിരശീല. നമുക്ക് ഒരു
എന്തെങ്കിലും ഒരു ഉത്സവത്തിനൊക്കെ നമ്മൾ ആട്ടത്തിന് തിരശ്ശീല പിടിക്കുമല്ലോ, കാണാതിരിക്കാൻ, അകത്ത് നിൽക്കുക കാണാതിരിക്കാൻ. അതുപോലെ ഈ മായയാണ് ഇതിൻ്റെ യഥാർത്ഥം കണ്ടുപിടിക്കാൻ പറ്റാതെ മായ കൊണ്ട് മൂടിയിരിക്കുന്നത്. അതാണ് മായ യവനിക ചന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ എന്ന ഭഗവാൻ. മാനുഷ വിഗ്രഹൻ ഭഗവാൻ ഇവിടെ മനുഷ്യ ശരീരമാണ്, എന്ന മായാമയനാണ്. മായ യവനിക ചന്നനായി വാഴുന്ന, അതായത് മായയാകുന്ന തിരശീല കൊണ്ട് മറഞ്ഞിരിക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള മായാമയനായ മാനുഷ വിഗ്രഹനാണ്. മനുഷ്യ രൂപമുള്ള വിഗ്രഹൻ, ശരീരം, മനുഷ്യ ശരീരമുള്ള ഭഗവാൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു, അറിവില്ലാത്തവർക്ക് യാതൊന്നും അറിയാൻ പറ്റില്ലല്ലോ ഭഗവാൻ. ഇപ്പം ശ്രീരാമനെ ഒരു മനുഷ്യനെ പോലെ കാണും, അറിയാത്തവർക്ക് എന്തറിയാനാ? അതുകൊണ്ട് അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭഗവാൻ. കേവലം ഭഗവാൻ വിജ്ഞാനമൂർത്തിയാണ്, എന്നാൽ അജ്ഞാനികൾക്ക് ഭഗവാനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഭാഗവതന്മാർക്ക് ഭക്തി യോഗാർത്ഥമായ ലോകേശ മുഖ്യ അമരോഘ അർത്ഥിക്കയാൽ, ഈ ഭാഗവതന്മാർക്ക് ഭക്തി യോഗാർത്ഥമായും ലോകേശ മുഖ്യ അമരോഘ അർത്ഥിക്കയാലും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടും ഭൂമിയിൽ ഇവിടെ വന്ന അവതരണനാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നത്, ഒന്നും അറിയില്ലാത്ത ഞാൻ എന്തറിയാനാ? അവരിത്രയും ഭക്തിയാണ്, തപസ്സാണ്, ഭഗവാനെ കാണാനുള്ള എല്ലാ അറിവും, അത്ര ജ്ഞാനിയാണ്. എന്നാലും അവർ പറയുന്നു ഞാൻ അജ്ഞയാണ്, എനിക്ക് അറിവില്ല, ഞാൻ താമസിയാണ്. കാരണം അറിവില്ലായ്മ ഉള്ളവളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എന്തറിയാനാ ഭഗവാനെ? അത് ഭാഗവതന്മാർക്കാണ് ഭക്തി യോഗാർത്ഥമായി ലോകേശ മുഖ്യ അമരോഘ ആർത്ഥിക്കയാൽ. ലോകേശ മുഖ്യന്മാരും ഭക്തന്മാരും ദേവന്മാരും ബ്രഹ്മവല ആർത്ഥിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വന്നത്, ഈ ഭൂമി അവതരണം എടുത്തത്. അങ്ങനെയുള്ള നാഥനെ ഈ താമസിയായ അജ്ഞാനിയായ ഞാൻ എങ്ങനെ അറിയും ഭഗവാനെ? എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് അറിവില്ലല്ലോ. നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ, നമ്മളെല്ലാവരും അങ്ങനെ, നമുക്ക് ആർക്കും അറിവില്ല. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കച്ചിൽ പുരുഷനറിയും സുഹൃതിനാം. സച്ചിന്മയമാണ് തവ തത്വം, ഈ ജഗത്രയത്തിൽ അങ്ങയുടെ തത്വം കച്ചിൽ പുരുഷനറിയും. അതായത് യാതൊരുവൻ അറിയുന്നവനാരാ? അവന് സുഹൃതമുള്ളവരാണ്. ഭഗവാനെ അറിയുന്ന ഒരുപാട് പേര് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപാട് ഭക്തന്മാർ അറിയുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ആരുടെ ഉള്ളിൽ അറിയുന്നത് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മൾ അറിയുന്നില്ല. ആരും നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ആരും തുറന്ന് നോക്കാത്തത്. ഒരുപാട് ഭക്തന്മാർ നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മുടെ അടുക്ക തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഭഗവാനെ അറിയുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കച്ചിൽ പുരുഷനറിയും സുഹൃതിനാം. രൂപാന്ത വേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപകം. അങ്ങയുടെ ഈ രൂപം എപ്പോഴും മനസ്സിൽ ശോഭിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. രൂപാന്ത വേദം സദാഭാതു മാനസേ, അങ്ങയുടെ ഈ രൂപം എപ്പോഴും, ഇപ്പോൾ അവർ നേരിട്ട് കണ്ട് ആ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ ശോഭിക്കണമേ. താപസ അന്തസ്ഥിതം താപത്രയാപകം. നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ മോഷൈക ദർശനം കേവലം. അവർ പറയുന്നു, ഭഗവാനെ നാരായണ തവ ശ്രീപാദ ദർശനം, അങ്ങയുടെ ഭഗവാനെ കണ്ട സുഹൃതം, ആ ദർശനം ശ്രീരാമ മോഷൈക ദർശനം കേവലം. എനിക്ക് അത് മോഷൈകമാണ്, ഭഗവാനെ കണ്ട ദർശനം. അത് നമ്മൾ കണ്ട മനസ്സിലാക്കിക്കണം. മോക്ഷത്തിലേക്ക് എത്തിയവരൊക്കെ കാണാൻ പറ്റും. ജന്മമരണ ജന്മമരണ ഭീതാനാം നാമദർശനം. ജന്മമരണ ഭയം, ജനന മരണത്തിൻ്റെ ഭയം. നാമദർശനം സന്മാർഗ ദർശനം വേദാന്ത ദർശനം. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ജനന മരണത്തിൻ്റെ ഭയം ഉണ്ടാകില്ല. നാമദർശനം, ഭഗവാന്റെ രൂപവും ഭഗവാന്റെ നാമ ശ്രീരാമ ദർശനം കണ്ടാൽ സന്മാർഗ ദർശനമാണ്, വേദാന്ത ദർശനമാണ്. ജന്മമരണത്തിന് ഭീതയില്ല, ഭയമില്ല. സത്യമാ, നമുക്ക് ഭഗവാനുള്ള സ്നേഹവും വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ദർശനം കണ്ടാലും കണ്ടില്ലെങ്കിലും ഭഗവാൻ നമ്മുടെ ഉള്ളത്തിൽ വന്നെന്ന് നമുക്ക് അറിവുണ്ടാവുമല്ലോ, ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് തന്നെ ഒരു മരണത്തിൽ ഭയം ഉണ്ടാകത്തില്ല. അത് സത്യമായ കാര്യമാണ്. ജന്മമരണ നാമദർശനം സന്മാർഗ ദർശനം വേദാന്ത ദർശനം. പുത്ര കളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മാനുഷർ. ഈ ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്? അഹങ്കാരികളാണ്, ദർപ്പിത ഉള്ളവരാണ്. പുത്ര കളത്ര മിത്ര അർത്ഥ വിഭൂതി കൊണ്ട്, വിഭൂതിച്ചാൽ പുത്രനെ കൊണ്ടും ഭാര്യ ഭർത്താവ് മിത്രങ്ങൾ കൊണ്ട് അർത്ഥം ധനം വിഭൂതി ഐശ്വര്യം ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ദർപ്പിതരായുള്ള മനുഷ്യരും അഹങ്കാരികളായി വരുന്നു. അങ്ങനെയുള്ള മനുഷ്യർ രാമരാമേ ജപിക്കയില്ല എന്നുമേ. അവർക്ക് ഭഗവാനെ ചിന്തയില്ല. രാമരാമേതി
ഭജിക്കുകയില്ല, ചിന്തിക്കുകയില്ല. ആരാണ്? അവർക്കൊന്നിനും വേണ്ട. പുത്രവും ഉണ്ട്, മക്കളും എല്ലാവരും, ഭർത്തവും ഭാര്യയും ധനവും എല്ലാം, വീടും കൂടും സർവ്വതും ഉള്ളവർക്ക് അഹങ്കാരം കൊണ്ട് ഭഗവാനെ ദർപ്പിതരായുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു? രാമരാമേതി ജപിക്കയില്ലെന്നും നമുക്ക് തന്നെ അറിയാമല്ലോ. എന്നാൽ ചോദിക്കും, അങ്ങനെ ഉള്ളവർ ഇല്ലെന്നല്ല, ഒരുപാട് പേരുണ്ട്, നമ്മൾ അറിയാത്തതാ. എന്നാൽ കൂടുതലും അഹങ്കാരികളും ആണ്, അറിയാത്തവരും ഉണ്ട്. 100ൽ 10 അറിയുന്നവരുണ്ട്. എല്ലാവരെയും ഒത്തു പറഞ്ഞുകൂടല്ലോ. ഒരുപാട് നല്ല മഹാത്മാക്കൾ, ധനമുള്ളവരും എല്ലാ സുഖ സൗകര്യമുള്ളവരും ഭഗവാനെ അറിയുന്നവരുണ്ട്. അത് കൂടുതലും ഞാനെന്ന അഹങ്കാരികളാണ് എല്ലാം ഉള്ളതിൻ്റെ ഗമ ചിലർ. അതുകൊണ്ട് രാമരാമന് ജപിക്കയില്ലെന്നുമേ, രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായതേ നമ. അപ്പം എന്താ? രാമനാമം എനിക്ക് എപ്പോഴും ജപിക്കായി വരണമെന്ന് ഈ മഹതി പറയുന്നു. മറ്റുള്ള ധനവാന്മാരൊക്കെ ഉണ്ട്, പറയാ അഹങ്കാരം കൊണ്ട് ഭഗവാനെ അറിയുന്നില്ല, രാമരാമൻ ജപിക്കുന്നില്ല. എന്നാൽ എനിക്ക് ഭഗവാന്റെ നാമം ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ, നിത്യവും ഗുണത്രയം 3 ഗുണങ്ങളും നിവർത്തി വന്ന മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ. ഗുണത്രയം വെച്ചാൽ എന്താ? 3 ഗുണങ്ങൾക്കും അതീതമാകണം നമ്മളെല്ലാവരും. ഭഗവാൻ പരമാത്മാവിന് നിർഗുണനാണ്, ഗുണങ്ങളില്ല. ഗുണവാൻ എന്നാൽ സത്വഗുണമെന്നോ തമോ ഗുണമെന്നോ രജോ ഗുണമെന്നൊന്നും ഇല്ല. അതൊക്കെ മേലെന്താ? അതെല്ലാം കഴിഞ്ഞ് നിർഗുണാവസ്ഥയാണ്. പക്ഷെ ഭഗവാൻ ഇവിടെ അവതരിച്ചതുകൊണ്ട് മനുഷ്യരും എടുത്തുകൊണ്ട് ഈ ഗുണങ്ങളുണ്ട് എടുക്കുന്നു. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലെങ്കിലും ചെയ്തല്ലേ പറ്റൂ, അവതരിച്ചു പോയില്ലേ. അപ്പോൾ പിന്നെ ഗുണമില്ലാതെ എങ്ങനെയാ? ഇതൊക്കെ ഈ ഗുണത്തിൽ നിന്നല്ലേ ഇതൊക്കെ ഇപ്പോൾ രാവണനെ ബാധിക്കുന്ന ഗുണമില്ലായിട്ടാണോ? അങ്ങനെ ശരീരം എടുത്തത് കൊണ്ടാണ് ഗുണം വന്നത്. അപ്പം അതുകൊണ്ട് നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ ഈ മഹതി പ്രാർത്ഥിക്കുന്നു, ഈ ഗുണത്തിൽ നിന്നല്ല എന്നെ നിവൃത്തിയാക്കണേ. നമ്മളെല്ലാവരും അങ്ങനെ പറയണം. സത്വവും വേണ്ട, രജവും വേണ്ട, ഒരു ഗുണവും വേണ്ട. സർവത്തിൽ നിന്ന്, അതാണ് നന്മ തിന്മ ഒന്നും പിന്നെ അങ്ങനെയുള്ളവർക്കില്ല, ഒന്നും ചെയ്യേണ്ടതായിട്ടും ഇല്ല. ദാനവും അധർമ്മങ്ങളൊന്നും തന്നെ അവർക്ക് ബാധിക്കുന്നില്ല. അതാണ് ഗുണത്തിനെല്ലാം അതീതം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ മരണം വരെ നമുക്ക് എന്തൊക്കെയോ കണ്ടും ചെയ്യുന്നു എന്ന് മാത്രം, ഫലമൊന്നും ആഗ്രഹിക്കാതെ എന്തൊക്കെയോ ചെയ്തു പോകണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാ അഭിരാമായ തേ നമ. അപ്പോൾ സ്വാത്മാ അഭിരാമായ നിർഗുണായ, അപ്പോൾ ഭഗവാൻ എന്താ? നിർഗുണായ. സ്വാത്മാഭിരാമായ നിർഗുണായ, അപ്പോൾ ഭഗവാൻ നിർഗുണനാണേ. എന്നാലോ ത്രിഗുണാത്മനെ, അതെന്താ പറഞ്ഞത്? ഇവിടെ ഭൂമിയിൽ അവതരിച്ച് നിൽക്കുന്നത്തോളം കാലം ത്രിഗുണമുണ്ട്. അപ്പോൾ ഭഗവാൻ നിർഗുണനാണെങ്കിലും അവതരിച്ചതുകൊണ്ട് ത്രിഗുണങ്ങൾ എടുത്തിട്ടുണ്ട്. ത്രിഗുണാത്മനെ സീതാഭിരാമായതേ നമ. വേദാത്മകം കാമരൂപിണം ഈശാന ആദിമധ്യാന്ത വിവർജിതം സർവത്ര അന്യേ സമഞ്ചരന്തം പുരുഷം പരം. അതായത് എല്ലായിടത്തും ഒരേ നിലയിൽ വർത്തിക്കുന്നവനായി അങ്ങേ ഞാൻ കരുതുന്നു. നമ്മൾ കരുതുമല്ല, അങ്ങനെ ആണ്. ഭഗവാൻ സർവത്തിലും എല്ലായിടത്തും ഒരേ നില, ഏറ്റക്കുറച്ചിലില്ലാതെ ഉച്ച നീചത്വമില്ലാതെ സർവരിലും ഒന്നുപോലെ എല്ലാവരും നിറഞ്ഞ് ഒരേ അവസ്ഥയിൽ നിൽക്കുന്ന പരമാത്മാവാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഒരേ നിലയിൽ വർത്തിക്കുന്നവനായി അങ്ങയെ ഞാൻ കരുതുന്നു. കരുതുവല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണ്, കരുതുവല്ല, അങ്ങനെ തന്നെ. വേദാത്മകം കാമരൂപണം ഈശാന ആദിമധ്യ അന്ത വിവർജിതം. അതെന്താ വിവർജിതം? ആദിയോ മധ്യമോ അന്തമോ വിവർജിതമൊന്നും അല്ല. അതിനൊരു ഉദാഹരണം നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അതൊന്ന് വിവരിക്കാം. നമ്മൾ ഓരോരുത്തരും ആദിയും ഉണ്ട്, നമ്മൾ മധ്യമുണ്ട്. ഞാനിപ്പോൾ അന്ത്യത്തിലേക്ക് പോവുക. എനിക്കിനി ഇത്രയും 72 വർഷമായി. ഞാൻ എന്നാ തുടങ്ങിയത്? 1954 53. അപ്പോൾ 53 തൊട്ട് 72ാമത്തെ. അപ്പം ഞാൻ 53 ഞാൻ ഉണ്ടായി, മധ്യവും കഴിഞ്ഞ്, അപ്പം ആദ്യം കഴിഞ്ഞ് മധ്യവും കഴിഞ്ഞ് ഇപ്പം അന്ത്യമായിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പരമാത്മാവിന് ഇതൊന്നുമില്ല. ആദ്യം ഉണ്ടോ? ഇല്ല. മധ്യം ഉണ്ടോ? ഇല്ല. എങ്ങനെ അറിയും? ആദ്യം അറിഞ്ഞെങ്കിലല്ലേ മധ്യം അറിയാൻ പറ്റൂ. മധ്യവും ആദ്യം അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് അവസാനം അന്ത്യം എപ്പോഴെന്ന് അറിയാം. ഇതൊന്നും അറിയാൻ പറ്റാത്തൊരു പരബ്രഹ്മ വസ്തുവാണ് ഭഗവാൻ. ഇപ്പം നമുക്ക് മനസ്സിലായി കാണും. അപ്പം നമ്മളെപ്പോലല്ല പരമാത്മാവ്. എന്നോ ഉണ്ടായെന്നോ എന്ന് അവസാനിക്കുന്നോ ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെ മധ്യം എവിടെ നമുക്ക് ആർക്കും ഒരു പിടിയില്ല. ഓരോരുത്തർക്കും അറിയാൻ പറ്റത്തില്ല. എങ്ങനെ അറിയാനാ? ഭഗവാൻ എന്നുണ്ടായത് എവിടെ നിന്നുണ്ടായെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഭഗവാനെ അറിഞ്ഞേ ഭഗവാന് മാത്രമേ പറ്റൂ, വേറെ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് വേദാത്മകം കാമരൂപണം ഈശാനം ആദി മധ്യ അന്ത വിവർജിതം. വിവർജിതമാണ്. ആദിയാണോ? ഇല്ല. മധ്യമാണോ? ഇല്ല. അന്ത്യമാണോ? ഇല്ല. വർജിതമാണ്. അങ്ങനൊന്നില്ല. അങ്ങനൊന്നില്ലാത്ത പരമാത്മാവ്.
നമുക്കെല്ലാ ജീവജാലങ്ങൾക്കും നമുക്ക് ഇത്ര വർഷം ഇത്ര ആണ്ടിൽ നമുക്ക് ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ കൺട്രിയിൽ പിന്നെ കേരള സ്റ്റേറ്റിൽ പിന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ 5 ഗ്രാമത്തിൽ അല്ലെങ്കിൽ ജനിച്ച വേറെ കൊല്ലം ജില്ലയിൽ വേളമാൻ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇന്ന ആണ്ടിൽ ഇന്ന സമയത്ത് നമ്മൾ ജനിച്ച് നമുക്കൊരു ആദ്യം ഉണ്ട്. ഇപ്പം അന്ത്യമാകും നമുക്ക് തന്നെ അറിയാം. എന്നെ അറിയുന്നവർക്കും അറിയാം അവർ ഇത്രയും നാൾ ജീവിച്ച്. ഇതിനിടയ്ക്ക് എത്ര അവർ 40 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മധ്യമായിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വീട് വെച്ചാൽ അതിനും ആദ്യം എന്നാണ് എത്ര നാൾ കഴിയുന്നത് നമുക്കറിയാം. ഈ ഭൂമിയുള്ള സർവ്വ ഒരു വൃക്ഷം നട്ടാൽ നമുക്ക് ഒരു എല്ലാവർക്കും അറിയാം ഇത്ര നാളിനകം ഈ വൃക്ഷം വളർന്നു എന്ന്. പക്ഷേ പരമാത്മാവിന് മാത്രം ആദ്യവും അന്ത്യവും മധ്യവും ഇല്ല. ഇത്രയും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാണ്ട് ആദ്യം മധ്യാന്തം എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഊഹം കൊണ്ട് പറഞ്ഞാന്നേ. ഇങ്ങനെ തന്നെയാണ് സത്യം. അത് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ആദിമധ്യ അന്ത വിവർജിതം സർവത്ര അന്യേ സമഞ്ചരന്തം പുരുഷം പരം. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ആദിയുമില്ല മധ്യവുമില്ല അന്ത്യമില്ലാത്ത ഭഗവാൻ എല്ലായിടത്തും എന്നാൽ ഒരേ നിലയിൽ വർത്തിക്കുന്നതുമാണ്. അങ്ങനെയുള്ള ഭഗവാനാണ് പരമാത്മാവായ ശ്രീരാമൻ. അങ്ങനെയുള്ള ഭഗവാൻ നിനക്കൊഴിഞ്ഞ് അറിഞ്ഞിടാവും. അങ്ങനെയുള്ള പരമാത്മാവിനെ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ആ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഏത് അവതാര പുരുഷന്മാരായാലും അങ്ങനെ ഉള്ളവരെ അങ്ങനെ അവർക്ക് മാത്രം, ഇപ്പം ശ്രീരാമനിൽ ഇരിക്കുന്ന പരമാത്മാവിന് മാത്രമേ ആ പരമാത്മാവിനെ തിരിച്ചറിയാൻ പറ്റൂ. മറ്റാർക്കും അറിയത്തില്ല. കാരണം അതിനൊരു പിതാവോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒന്നും വേണ്ടേ. പരമാത്മാവിന് പിതാവോ മാതാവോ എല്ലാവരും ഉണ്ടോ? പരബ്രഹ്മമൂർത്തി യഥാർത്ഥത്തിൽ അത് ഒരു നിഷ്കള പരബ്രഹ്മമല്ലേ, അതിവിടെ ഉള്ളതല്ലേ, ഉണ്മയല്ലേ. അതിന് ആർക്ക് തിരിച്ചറിയാൻ പറ്റും? ആ ഭഗവാന് തന്നെ. പിന്നെ നിനക്കൊഴിഞ്ഞ് ആർക്കറിഞ്ഞിടാവും? നിന്നെ അറിയാൻ നീ അല്ലാതെ ആരാ ഉള്ളത്? നിന്നെ അറിയാൻ നീ തന്നെ, നിനക്ക് തന്നെ പറ്റുള്ളൂ. ഭഗവാൻ തന്നെ പറ്റത്തുള്ളൂ. മർത്യ വിടംബനം ദേവ തേ ചേഷ്ടിതം. മനുഷ്യരെ പോലെയുള്ള അപ്പം മർത്യ വിടംബനം എന്നിവിടെ ഭഗവാൻ ഇവിടെ അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ അവതരിച്ചതുകൊണ്ട് മർത്യനെ പോലെ വിടംബനം മർത്യ ദേവൻ മനുഷ്യരെ പോലുള്ള ഭഗവാൻ. തേ ചേഷ്ടിതം അങ്ങനെയുള്ള ഭഗവാന്റെ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കൽ എന്തറിയാവതും. ഭഗവാന്റെ ഈ ചേഷ്ടിതം എന്താണെന്ന് ചിത്തെ നിരൂപിക്കൽ നമുക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. ത്വന്മായ പിഹിതാത്മാക്കൾ കാണുന്ന ചിന്മയനായ ഭഗവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാൻ അവസ്ഥാന്തരെ അവസ്ഥയ്ക്കനുസരിച്ച് ദേവ തിര്യങ് മനുജാതികളിൽ ജനിച്ച് ആദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തത്. ഇവിടെ എന്ത് വന്നു ഭഗവാൻ ഇങ്ങനെ ജന്മവും കർത്തൃത്വവും? ത്വന്മായ ഭഗവാന്റെ മായ പിഹിതാത്മാക്കൾ കാണുന്ന മറയ്ക്കപ്പെട്ട ആത്മാവുള്ളവൻ. അപ്പോൾ എന്താ ഇപ്പം ഭഗവാൻ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിവില്ലാത്തതും ദശരഥ മഹാരാജൻ്റെ മകനല്ലേ. ഉള്ളം മറഞ്ഞിരിക്കുക. ഭഗവാന്റെ 4 കൈകളും ചിഹ്നങ്ങളും എല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുക, ആർക്കും കാണാതെ. അന്ന് അമ്മയ്ക്ക് കൗസല്യമ്മയ്ക്ക് മാത്രം ഒന്ന് കാണിച്ചു കൊടുത്തു. കാരണം അവർ തപസ്സിൽ നിന്ന് വരം മേടിച്ചത് അങ്ങനെ ഒരു ഭഗവാൻ മകനായിട്ട് വരണമെന്ന്. അതുകൊണ്ട് അവരെ മാത്രം ഒന്ന് കാണിച്ചിട്ട് അപ്പോഴേ ആ ഭാവം മറയ്ക്കണേ ഭഗവാനിൽ നിന്ന് അവർ പ്രാർത്ഥിച്ച് മറച്ചു പിടിച്ചു. അപ്പം ഭഗവാന്റെ ആ എല്ലാം എന്താ ഭഗവാന്റെ രൂപം അതെല്ലാം മറച്ചു പിടിച്ച് പിഹിതാത്മാക്കൾ കാണുന്ന ചിന്മയനായ ഭഗവാനെ ബഹുവിധം ജന്മവും ഒരുപാട് ജന്മവും കർത്തൃത്വവും ഭഗവാൻ എടുക്കുന്നു, ഇവിടെ അവതരിക്കുന്നു. ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭഗവാൻ അവസ്ഥാന്തരി സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ പോലെ അവസ്ഥയ്ക്കനുസരിച്ച് രാവണനെ വധിക്കുന്ന സമയം വന്നപ്പോൾ അതിൻ്റെ അനുസരിച്ച്, കംസൻ്റെ സമയം വന്നത് അങ്ങനെ, മത്സ്യാവതാരം അങ്ങനെ, ഇങ്ങനെ ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് ഭഗവാൻ ബഹുവിധം അവതാരങ്ങൾ എടുക്കുന്നു. ദേവ തിര്യങ് മനുജാതികൾ. അപ്പം മനുഷ്യരായിട്ടും ജനിക്കും. മനുഷ്യ രീതിയിൽ ശ്രീരാമനും കൃഷ്ണനൊക്കെ വന്നു. ദേവന്മാരായിട്ടും തിര്യങ് ഇപ്പം മത്സ്യമായിട്ടോ അല്ലെങ്കിൽ നരസിംഹമായിട്ടോ ഇങ്ങനെയൊക്കെ എല്ലാം മറ്റ് ജീവജാലങ്ങളെ പോലെ എല്ലാ രീതിയിലും വരുന്നു. ദേവ തിര്യങ് മനുജാതികളിൽ ജനിച്ച് ആദ്യങ്ങളാ കർമ്മങ്ങൾ ചെയ്വതും നിൻമഹാമായ വിടംബനം നിർണയം. ഇതെല്ലാം ഭഗവാന്റെ മായ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കൽമഷഹീന പാപങ്ങളെ നശിപ്പിക്കുന്നവനെ, ഇല്ലാതാക്കുന്നവനെ, കരുണാനിധേ വിഭോ കരുണ ചൊല്ലുന്നവനെ വിഭോ. ഈ സ്ത്രീ ഈ മഹതി പ്രാർത്ഥിക്കുകയാണ്. കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായ കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും കഥ പീയൂഷ പാന സിദ്ധിക്കെന്നും. അതായത് ഇവിടെ ഭൂമിയിൽ വിചിത്ര വേഷത്തോടാണ്. കാരണം എന്തൊക്കെ വേഷമാണ് എടുക്കുന്നത്? ഇപ്പോൾ നമുക്ക് കൃഷ്ണനോ പിന്നെ ശ്രീരാമനോ നമുക്ക് മനുഷ്യരോ, പക്ഷെ എന്നാൽ
പന്നിയായി വന്ന് അത് വിചിത്ര വേഷമല്ലേ, നരസിംഹം അങ്ങനെ ഓരോ രീതിയിൽ. അതുകൊണ്ട് മേതി ഈ ഭൂമിയിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭഗവാൻ ഇവിടെ ജനിച്ചിട്ട് പല പല കർമ്മങ്ങൾ ചെയ്യുന്നു ഭഗവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും കഥാ പീയൂഷപാനം സിദ്ധിക്കുന്നു. നമുക്ക് ഭക്തന്മാർക്ക് എന്താ ഭഗവാൻ ചെയ്യുന്നത്? കഥ, ഭഗവാന്റെ കഥ പീയൂഷ അമൃതാകുന്ന കഥകളിങ്ങനെ പാനം സിദ്ധിക്കുകയാണ്. അതാണ് ഭക്തന്മാർക്ക് അതല്ലേ ആവശ്യം. ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് അമൃതമായി നമ്മൾ ഭക്ഷിക്കുക, പാനം ചെയ്യുക. അങ്ങനെ അങ്ങനെ ചൊല്ലുന്നതോ ചിലർ മറ്റും ചിലരിക. അങ്ങനെയാണ് ചിലരൊക്കെ അങ്ങനെ ചിലരിക ചിലർ ചൊല്ലുന്നത് എന്താണ്? കോസല ഭൂപതി തങ്ങളുടെ ഘോര തപ ഫലസിദ്ധയെ നിർണയമെന്ന് ചിലർ പറയുന്നു. കൗസല്യയാൽ പ്രാർത്ഥമാനമായിട്ടിഹ, അതായത് കൗസല്യ ഭഗവാനെ പ്രാർത്ഥിച്ചു മകനായിട്ട് വരണമെന്ന്. കൗസല്യയാൽ പ്രാർത്ഥമാനമായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നത് ചിലർ. അപ്പം ചിലർ ഓരോരുത്തർ ഓരോ വിഷമം പറഞ്ഞു. ഭഗവാൻ എന്തിനാണ് അവിടെ വന്നതെന്ന് വെച്ചാൽ ഭൂമിയിൽ പല പല കർമ്മങ്ങൾ ചെയ്യാൻ വന്നു. അത് ചിലർ എന്താണ് ഭക്തന്മാർക്ക് പീയൂഷം പാനം ചെയ്ത് അമൃത് നുകരാൻ അതിനു വേണ്ടി എന്ന് പറയുന്നു. ചിലരെന്താ പറയുന്നത്? നാനാ കർമ്മങ്ങൾ ചെയ്ത് പല പല അവതാരങ്ങൾ എടുക്കുന്നത് ഇങ്ങനെ പറയുന്നു. ചിലർ പിന്നെ ഘോര തപസ് സിദ്ധിയെടുത്ത് നിർണയമെന്ന് അവർക്ക് മകനായി വരണമെന്ന് അങ്ങനെ ചിലർ അങ്ങനെ വന്നു എന്ന് പറയുന്നു. ചിലർ മൈഥിലി ഭാഗ്യസിദ്ധി സീതയുടെ ഭാഗ്യത്തിന് വന്നെന്ന് പറയുന്നു. ശ്രീരാമൻ വന്ന് സീതയ്ക്ക് ഭാഗ്യം കൊണ്ടാ എന്ന് പറയുന്നു. പിന്നെ ചിലരെന്ത് പറയുന്നത്? സ്രഷ്ടാവ് താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശം ഒടുക്കുവാൻ മർത്തനായി വന്നു പിറന്നത് നിർണയം ഇങ്ങനെയും പറയുന്നു. പൃഥ്വിയിലെന്ന് ചിലർ പറയുന്നു. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പ്രകാരം പറയുന്നു. എന്തിനാ ഭഗവാൻ അവതരിച്ചത്? അത് ഇന്ന കാരണം, സീതയ്ക്ക് ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ ദശരഥ മഹാരാജാവിൻ്റെ കൗസല്യം പ്രാർത്ഥന മകനായിട്ട് വരണം അതുകൊണ്ടാണ്, അതല്ലേ ഭക്തന്മാർക്ക് പീയൂഷം പാനം ചെയ്യുന്നതിന് ഭഗവാന്റെ കഥകൾ കേട്ട് അതിനാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ പറയുന്നു. ഭഗവാൻ എന്ത് ചെയ്യും? എല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ ആവശ്യങ്ങളാണ്. എന്നിട്ട് ചിലരെന്താ പറയുന്നത്? ദുഷ്ടനിശാചര വംശം ഒടുക്കുവാൻ, രാവണ വംശം ഒടുക്കാൻ വേണ്ടി മർത്യനായി വന്ന് പിറന്നെന്ന് ചിലർ പറയുന്നു. അങ്ങനെ പൃഥ്വിയിൽ ഭൂമിയിൽ പിറന്നു എന്ന് പറയുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തർ പറയുന്നു. ഭൂപാലപുത്രനായി വന്ന് പിറന്നിതു ഭൂഭാര നാശത്തിനെന്നത് ചിലരെന്ത് പറയുന്നു? ഭൂമിയെ പാലിക്കാൻ, ഭൂപാലപുത്രനായി ഭൂമിയെ പാലിച്ച് ഭൂമിയെ രക്ഷിക്കാൻ വന്ന് പിറന്നു എന്ന്. ഭൂഭാരനാശത്തിന്, ഇവിടെയുള്ള ദുഷ്ടരേഖ നിഗ്രഹിച്ച് ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയാണെന്ന് ചിലർ പറയുന്നു. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിൽ പിറന്നത്. കർമ്മസാക്ഷി കുലത്തിൽ എന്താണ്? എന്ത് കർമ്മങ്ങളും ചെയ്ത സാക്ഷിയെ കാണുന്ന അങ്ങനെയുള്ള കുലത്തിൽ പിറന്നത്. അത് സൂര്യവംശത്തിൽ സൂര്യനാണ് സാക്ഷി കുലം. എന്തും ആരും ചെയ്യുന്ന കർമ്മങ്ങളുടെ സാക്ഷി കാണുന്നത് സൂര്യഭഗവാനാണ്. ഭഗവാൻ ശ്രീരാമൻ അർക്കകുലോത്ഭവൻ എന്ന് പറയുന്നത് സൂര്യകുലം. അതുകൊണ്ട് ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തെങ്കിൽ സൂര്യവംശത്തിൽ പിറന്നതു. ദേവശത്രുക്കളെ അങ്ങനെ പറയുന്നു. ദേവശത്രുക്കളെ നിഗ്രഹിച്ച അൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്ന് ചൊല്ലുന്നത് ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതല്ലേതുമേ. ഇത് എന്താ ഇതെല്ലാം ഇങ്ങനെ ഈ മഹിമ അല്ല, ഈ മഹതി ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുവാണ്. നമ്മളിതൊക്കെ നമ്മളിതെല്ലാം അറിയുന്ന സത്യത്തിൽ എന്തെല്ലാം ഇത് പറയുന്നത്. ഇത് അർത്ഥം മനസ്സിലാക്കി വായിച്ചെങ്കിൽ ഇതിൻ്റെ രുചി അറിയത്തുള്ളൂ. ഇത് നന്നായി വായിക്കുന്നത് എപ്പോഴാണ്? ഇതൊക്കെ ഇനി കഴിഞ്ഞിട്ട് ഇപ്പം ഇതൊക്കെ എനിക്ക് വായിക്കണം. ഇതിപ്പം സ്പീഡ് കൂടി ഇപ്പം ഇന്നത്തെ തീരത്തില്ല. ദൈവമേ, ഇനി ഒരുപാട് പേപ്പറുണ്ട്. എത്ര മണിയായി? ഒരുപാട് സമയം പോയി വെക്കണം. ഞാൻ സ്പീഡിന് വായിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇത് പതുക്കെ നിങ്ങൾ വായിച്ചങ്ങ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിലാണ്. അപ്പോൾ ഇതിനെ ഇതൊന്നും എനിക്ക് തിരിച്ചറിയാവതല്ലമേ. യാതൊരുത്തൻ കഥകൾ ചൊല്ലുന്നത് ആദരവോട് കേൾക്കുന്നത് നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാം അവൻ്റെ നിൻ പാത പങ്കേരും. അതും പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ ഭഗവാന്റെ കഥകൾ ചൊല്ലുന്നത് ആദരവോട്. ആരാണ് ഭഗവാന്റെ കഥ ചൊല്ലുന്നത്? സന്തോഷത്തിലും സ്നേഹത്തിലും ഭക്തിയോടും ആദരവോടും കൂടി നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടും. അങ്ങനെയുള്ളൊരു ഭവാർണവം, സംസാര ദുഃഖമായിരിക്കുന്ന സമുദ്രം കടന്ന് കാണാം അവൻ. ആരെ കാണാം? നിൻ പാദപങ്കേരും. ഇപ്പം ഈ സ്ത്രീ അങ്ങനെ ഭഗവാനെ കണ്ടു. നമുക്കും ഇതെല്ലാം നിത്യേന നമ്മൾ ഇങ്ങനെ ആദരവോട് ഭക്തിയോട് ഭഗവാനെ ഭജിച്ചാൽ നമുക്ക് ദുഃഖ ദുരിതങ്ങളെല്ലാം വേറിട്ട് നമുക്ക് ഭഗവാന്റെ ശ്രീപാദപങ്കേരം നമുക്ക് കാണാം. മഹാമായാ ഗുണബദ്ധ ആകയാൽ
ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെ ഉള്ളവണ്ണം അറിഞ്ഞിടുന്നു, അതെങ്ങനെ ചൊല്ലി സ്തുതിക്കുക. ഇങ്ങനെയുള്ള ഭഗവാന്റെ ചിന്മയമായ ഈ ഭവൽ സ്വരൂപത്തെ അവരിപ്പോൾ നേരിട്ട് കണ്ടു. എന്നാൽ ഇതിനെ ഞാൻ എങ്ങനെ ഉള്ളവണ്ണം, ഇതെന്താണെന്ന് അറിയാൻ പറ്റുമോ? നമുക്ക് ആർക്കും ഉള്ളവണ്ണം അറിയാൻ പറ്റത്തില്ല. എങ്ങനെ ഉള്ളവണ്ണം അറിഞ്ഞിടുന്നത്, എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതും. ഞാൻ എങ്ങനെയാണ് ഭഗവാനെ ഉള്ളവണ്ണം അറിയുന്നത്? അറിയാൻ ഭഗവാനെ മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഉള്ളവണ്ണം എനിക്ക് അറിയാൻ പറ്റില്ല. ഭഗവാൻ എങ്ങനെ സ്തുതിക്കണം, എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം. ഭക്തിയോട് ഇങ്ങ് ഭജിച്ചാൽ മതി, അതേ നമുക്ക് നടക്കൂ. അല്ലാതൊന്നും ഭഗവാനെ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നടക്കുന്ന കാര്യമേ അല്ല. സുഗ്രീവമുഖ്യ കവികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. അങ്ങനെ സുഗ്രീവ മുഖ്യ കവികുല സേവിതം, സുഗ്രീവൻ്റെ കുലത്തിലെ എല്ലാ കവികളും സേവിക്കുന്ന അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. അങ്ങനെയുള്ള ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു. രാമായ രാമഭദ്രായ നമോ നമ, രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു. മംഗലവാച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോട് അരുളി ചെയ്തു. ഇത്രയെല്ലാം വർണ്ണിച്ച് ഭഗവാനെ പറഞ്ഞു. നമുക്കിത് അറിയാത്തതുകൊണ്ട് പുതുമയായിട്ട് വായിക്കണം. നമുക്കങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ വായിക്കാൻ പറ്റും. അതുപോലെ നടുവേദനയും ഉണ്ട്. എന്നാലും അത് പോട്ടെ, ആലോചിച്ച് വായിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പിടിക്കും. അങ്ങനെ ഭഗവാൻ ഇങ്ങനെയെല്ലാം അവർ ഈ യോഗിനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രസന്നനായി. എന്നിട്ട് പറഞ്ഞു, സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ട് എന്തോന്ന് മാനസേ കാംക്ഷിതം ചൊല്ലു. നീ എന്താ നിനക്ക് മനസ്സിൽ കാംക്ഷിതം, നിൻ്റെ ആഗ്രഹം എന്താണ്? ഭഗവാൻ സന്തുഷ്ടനായിട്ട് ചോദിച്ചു, ആ സ്ത്രീയോട് ചോദിച്ചു. തവ ഭക്തി, നിൻ്റെ ഭക്തി കൊണ്ട് എന്തോന്നും നിൻ്റെ മനസ്സിൽ കാംക്ഷിതം ചൊല്ലു പറയൂ എന്നത് കേട്ട് അവളും പറഞ്ഞിടി, ഞാൻ ഇന്ന് വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാവി വസിക്കലും തൊൽപാദഭക്തിക്ക് ഇളക്കമുണ്ടാകാതിരിക്കണം. എത്ര കുത്രാവി എന്താണെന്നോ, എവിടെയൊക്കെ ഞാൻ വസിച്ചാലും എവിടെ നമ്മളായിരുന്നാലും തൊൽപാദഭക്തിക്ക്, ഭഗവാനോടുള്ള ഭക്തിക്ക് ഒരു ഇളക്കം ഉണ്ടാകാതിരിക്കണം. ഒരു നിമിഷം പോലും നമുക്ക് മറക്കരുത്. ഭഗവാൻ എപ്പോഴും ഭക്തിക്ക് ഒരു കോട്ടം വന്നുകൂടാ. എപ്പോഴും എന്നെ ചോദിക്കും, ഇപ്പം നമുക്ക് ഇന്നിപ്പം ഞാൻ കോട്ടം ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. എൻ്റെ മനസ്സിൽ ഇപ്പം ഭഗവാന് എപ്പോഴും ഇപ്പം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ടില്ല. അത് മുടക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇപ്പോൾ ഇതെനിക്ക് വയ്യാതാക്കിയത്. കാരണം ഞാൻ ഇനി എന്തിനാ എപ്പോഴും കാലത്തും വൈകിട്ടൊക്കെ ഈ കെണ്ടിയും വെള്ളവും പുഷ്പമൊക്കെ വയ്ക്കുന്നത്, കുനിയാനും വയ്യാതെ. അത് മതിയാക്കൂ, അത് ചെയ്യണ്ട. അതുകൊണ്ട് ഞാനിപ്പോൾ അത് മതിയാക്കി. ഇങ്ങനെ നമ്മളെ കൊണ്ട് മതിയാക്കിക്കാനാണ് ഭഗവാൻ ഇങ്ങനെ എന്നേക്ക് ഓരോന്ന് നമുക്ക് തരുന്നത്. അല്ല നമുക്ക് നേരിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ലല്ലോ. എന്ന് കരുതി ഭഗവാനെ ഉള്ളിൽ നിന്ന് പോയതെന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് ഉള്ളിലുണ്ടല്ലോ, അത് മതി. പിന്നെ എങ്കിലും ഒരു നേരം ഞാൻ വെള്ളം വെക്കുന്നുണ്ട്. ഒരു രാവിലെ എപ്പോഴും വയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേശ്ശെ ഇപ്പോൾ വിളക്ക് കത്തിപ്പ് മാറ്റിയിട്ട് എനിക്ക് വിളക്ക് കഴുകാനും തുടയ്ക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാനൊരു കർപ്പൂരം മാത്രം ഒന്ന് ഭഗവാന്റെ മുമ്പിൽ കത്തിക്കുന്നതേ ഉള്ളൂ. എന്താ, ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം. നമുക്കിപ്പം ചെയ്യണമെന്നില്ലല്ലോ, ചെയ്തേണ്ട കാലത്ത് ചെയ്യണം. ഇനി വീണ് പോകേണ്ട സമയമാണ്. കാരണം നമുക്ക് ഒടുക്കത്തേക്ക് പോകേണ്ട യാത്രയ്ക്ക് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വിഷമം ഉണ്ടാവരുത്. അയ്യോ ഇത് ചെയ്യാൻ പറ്റില്ല, അത് പാടില്ല. ഇത് നിർത്തേണ്ട സമയത്ത് നമ്മൾ നിർത്തണം. നമ്മൾ ചെയ്യേണ്ട സമയത്താണ് ചെയ്യേണ്ടത്. ഇനി എനിക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ എന്നെക്കൊണ്ട് ഓരോ നിർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ എത്ര കുത്രാവി വസിക്കലും തൊൽപാദഭക്തിക്ക് ഇളക്കമുണ്ടാകാതിരിക്കണം. ഭഗവാൻ നമ്മളുള്ളപ്പോഴും വേണം. ഇതൊന്നും കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഭക്തിക്ക് കുറവുണ്ടാവത്തില്ല. കൊടുത്താലും ഉണ്ടാവില്ല, കൊടുത്തില്ലെന്നും പറഞ്ഞും വരത്തില്ല. നമുക്കുള്ള സന്തോഷമാണ് ഭഗവാൻ എല്ലാം എന്നോട് ചെയ്യുന്നത്. മറ്റെന്തെങ്കിലുമൊക്കെ അപ്പോഴപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് കഴിക്കും. അല്ലാതെ നമുക്ക് ഇന്നത് ചെയ്യണമെന്ന് ഇനി ഓടയമ്പരം പറയത്തില്ല. നമ്മുടെ ഭക്തി വർദ്ധിക്കാനാണ് നമ്മളിതെല്ലാം ചെയ്ത ഒരു പാഠമാണ്. ഈ ഭക്തിക്ക് കൂടുതൽ ഭഗവാനിൽ അടുക്കാനാണ് നമ്മളിതെല്ലാം നിത്യകൃത്യനിഷ്ഠകളെല്ലാം ചെയ്തു പോയത്. അതൊക്കെ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളോട് നിർത്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമുക്ക് ചെയ്യേണ്ട സമയത്താണ് ചെയ്യേണ്ടത്. അല്ലാതെ അന്ത്യസമയത്ത് ഇത് ചെയ്യാൻ ഉടയമനം ഒരിക്കൽ അവിടെ ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഹൃദയശുദ്ധിക്കും നമ്മുടെ ഭക്തി വർദ്ധിക്കാനും ഭഗവാനോട് സ്നേഹം വർദ്ധിക്കാനൊക്കെയാണ് ഈ ഓരോ കൃത്യനിഷ്ഠകളും കർമ്മങ്ങളും നമ്മളെ ചെയ്യിക്കുന്നത്. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ആവശ്യമില്ല. അത് പിന്നെ നമ്മൾ വയ്യാതെ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയം നിർത്തണം. അപ്പോൾ അങ്ങനെ ഭക്തിക്ക് ഇളക്കമുണ്ടാകാതിരിക്കണം. തൊൽപാദഭക്ത പ്രത്യേക സംഘം പൊരുൾപൂൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. എപ്പോഴും ഭഗവാനുള്ള സംഘം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഘം ഏകത സംഭവിച്ചിടായ മാനസേ. അജ്ഞാനികളായിരിക്കുന്ന പ്രാകൃതന്മാരായിരിക്കുന്ന ഒരു ദുർജനങ്ങളെന്ന് പറയാം. പ്രാകൃതന്മാരെന്ന് വെച്ചാൽ വിവരമില്ല, അന്ധരാണ്. അവരോട് ഒരിക്കലും സംഗമം ഉണ്ടാകരുത്. എന്താ കാരണം? നമ്മുടെ ഭക്തിക്ക് നാശം വരും.
നികൃഷ്ടന്മാരോട് നമ്മൾ കൂടിയാൽ അവരുടെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരും. മനസ്സങ്ങനെയാ, ഇളകിപ്പോ. അപ്പം നമ്മൾ വിഷയം വിട്ട് മാറിപ്പോകാതിരിക്കാൻ എപ്പോഴും നമ്മൾ ആത്മാവിൽ മാത്രം സ്നേഹിച്ചാൽ മതി. വെള്ളം ഭഗവാൻ വെക്കണമെന്നോ വിളക്കെത്തിക്കണമെന്നോ ഒരു യഥാർത്ഥ ഭക്തനെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ ആത്മാവിൽ തന്നെ രമിച്ചങ്ങ് ഇരുന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട. അങ്ങനെ മാനസേ രാമ രാമേന്ന് ജപിക്കായി വരയണമേ. നമുക്ക് ഭഗവാനെ കൃഷ്ണ രാമാന്ന് ഉള്ളിൽ മനസ്സിൽ ചിന്തിക്കുന്നതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ലല്ലോ. മനസ്സിൽ നാക്കൊണ്ട് വളയ്ക്ക പോലും വേണ്ടല്ലോ. അത് മാത്രം മതി എന്നാണ് ഇതിൽ തന്നെ പറയുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു നേരത്തെ ഭഗവാൻ. ഞാനിപ്പോൾ ഒരാഴ്ചയോളമായി വിളക്ക് കത്തിക്കുന്നില്ല. എങ്കിലും ഒരു അല്പം കർപ്പൂരമുള്ള ഇരിപ്പുണ്ട്. ഞാൻ ചന്ദനത്തിൽ കത്തിക്കാറില്ല. അത് ഞാൻ ഇച്ചിരി ഒന്ന് കത്തിക്കും, അത്രയേ ഉള്ളൂ. രാമ രാമേത് ജപിക്കായി വരയണമേ. പക്ഷെ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഈ കഷ്ട മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവർ ദാഹിച്ചും വിഷമിച്ചും വിശപ്പ് കിടക്കുക. ഈ അല്പം കിട്ടണേ പറയും. ഈ ആത്മീയമായ അറിവ് അത് ഒരു വരി എങ്കിലും എന്നാലൊക്കെ കൊടുക്കണമെന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. രാമ രാമേത് ജപിക്കായി വരേണമേ രാമപാതേ രമിക്കണം മാനസം. ഭഗവാൻ നമ്മുടെ ഉള്ളത്തിൽ രമിക്കുക, അത് ഒന്നാവുക, ലയിക്കുക, ഒരു യോഗിയാവുക. സീതാ സുമിത്രാത്മജാന്യതം രാഘവം പീതവസ്ത്രം ചാപബാണ ബാണ ആസനധരം ചാരു മകുട കടക കടി സൂത്രഹാര മകര മണിമയ കുണ്ഡല നൂപുര ഹേമാങ്കദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. ഈ ഭഗവാന്റെ ആടയാഭരണങ്ങളുടെ എല്ലാം മനസ്സിൽ ശോഭിച്ചു വരണമേ. മറ്റെനിക്ക് ഏതുമേ വേണ്ട വരം വിഭോ. ക്യാമറ ഒന്ന് തിരിയാൻ പറയുക ചെയ്യുന്നു. എനിക്ക് ഏതുമേ വേണ്ട വരം വിഭോ. വേറൊന്നും എനിക്ക് വേണ്ട. എപ്പോഴും ഭഗവാന്റെ ആ ഒരു രൂപം, ഈ ആഭരണങ്ങളുடைய ഇതൊക്കെ മനസ്സിൽ ഇപ്പം എങ്ങനെയാ ഭഗവാനെ കണ്ടത്, ആ രൂപത്തിൽ എന്നെ എപ്പോഴും കണ്ടാൽ മതി. മറ്റെനിക്ക് ഏതുമേ വേണ്ട വരം വിഭോ. പറ്റായിക ദുസ്സംഗം എന്ന് വെച്ചാൽ വേണ്ടാത്ത സംഘം ഉള്ളിൽ ഒരിക്കലും വേണ്ടാത്ത ചിന്തകൾ. ദുസ്സംഗം വെച്ചാൽ ഈ നീചന്മാർ എന്താ പറയാ, നേരത്തെ നമ്മൾ വായിച്ചല്ലോ പ്രാകൃതന്മാരുടെ സംഘം. അതുപോലുള്ള ദുസ്സംഗങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ട. ശ്രീരാമദേവൻ അത് കേട്ട് അവളോട് ചാരു മന്ദസ്മിതം പൂണ്ട് അരുളി ചെയ്തു. ഏവം ഭവിക്കാ നിനക്ക് മഹാഭാഗേ ദേവി, നീ പോകാ ബദര്യാശ്രമസ്ഥലേ. നിനക്ക് അങ്ങനെ ഭവിക്കും. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്ത് മുക്കുക കളേബരം പഞ്ചഭൂതാത്മകം ചേരും എങ്കൽ പരമാത്മനെ കേവലേ. തീരും ജനന മരണ ദുഃഖങ്ങളും. അതായത് ഭഗവാൻ തന്നെ നിത്യം എന്നെ പരമാത്മാവിനെ പരമാത്മാവിനെയാണ്. അല്ല ഈ രൂപം ധ്യാനിച്ചാൽ അത് പരബ്രഹ്മമാണെന്ന് കരുതണം. അല്ലാതെ മനുഷ്യനായിട്ടുള്ള പരമാത്മാവല്ല, ഈശ്വരനായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ആ പരബ്രഹ്മത്തെയാണ് നിത്യേന ധ്യാനം ചെയ്യാൻ പറയാം. അറിവില്ലാത്തവർ വിചാരിക്കും ശ്രീരാമൻ ലക്ഷ്മണന്റെ ജ്യേഷ്ഠനല്ലേ, ദശരഥ മഹാരാജന്റെ മകനല്ലേ. അങ്ങനല്ല. പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ആ ഉള്ളം പരബ്രഹ്മമാണ്. ആ പരമാത്മാവിനെ ധ്യാനിക്കുക. രൂപം ഏതോ ആയിക്കൊള്ളട്ടെ. അങ്ങനെ ധ്യാനവും ചെയ്ത് മുക്കുത കളേബരം പഞ്ചഭൂതാത്മ. നമ്മുടെ ശരീരം കളേബരം പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കിയതാണ്. പഞ്ചഭൂതാത്മം ചേരും എങ്കൽ പരമാത്മന്. അപ്പോൾ അങ്ങനെയുള്ള ഈ ശരീരം പോകുമ്പോൾ ഭഗവാനിൽ ചേരും എങ്കൽ പരമാത്മന് കേവല. അപ്പോൾ നമ്മുടെ ആ ഭക്തിയോട് പറഞ്ഞു, ഇതിൽ നിന്നും ശരീരം പോകുമ്പോൾ ഭഗവാൻ തന്നെ ചേരും എങ്കൽ എന്നെ തന്നെ ധ്യാനിച്ചിരിക്കുക. ചേരും എങ്കൽ പരമാത്മന് കേവലേ തീരും. അപ്പം എന്ത് തീരും? ജനന മരണ ദുഃഖം, മോക്ഷം കിട്ടും. അപ്പം പിന്നെ ജനിക്കാൻ വേണ്ട, മരിക്കാൻ വേണ്ട. ഇപ്പം പരമാത്മാവിലേക്ക് ലയിക്കാം. ശ്രുത്വ രഘുത്തമ വാക്യാമൃതം മുദാഗത്വ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചത് അവ്യയം. അങ്ങനെ അവർ ഭഗവാൻ തന്നെ ചേർന്നു. അങ്കാദികളുടെ സംശയം. മർക്കട സംശയം ദേവിയെ ആരാനിവൃഷ ഷണ്ടേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാപുത്രയെ എങ്ങുമേ കണ്ടുകിട്ടാകുകയും ചിന്തിച്ചു ഖേദിച്ചു. താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലി ഞാൻ പാതാളം ഉൾപ്പ് കുഴന്നു നടന്നു നടന്ന് നാം ഏതും അറിഞ്ഞില്ല. വാസരം പോയതും ഈ കുരങ്ങന്മാർ സീരെ തിരക്കി പാതാളത്തിലൊക്കെ പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയതൊന്നും അറിയുന്നില്ല. അത്രയ്ക്കും ദിവസങ്ങൾ പോയി. ഇത്ര നാളിനകം മരണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാസം അതീതമായി വന്നതോ നിർണയം. സമയങ്ങളെല്ലാം കഴിഞ്ഞു.
മാസം അതീതമായി വന്നതോ നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതും ഇല്ലാതാനും സീതയെ കണ്ടതുമില്ലല്ലോ. രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്ക് നാം ചെല്ലുകിൽ എന്നുമേ നിഗ്രഹിച്ചിടും. അതിനുള്ള സംശയം, നമ്മൾ കാണാതെ ചെന്നാൽ, സീതയെ കാണാതെ കണ്ടുകിട്ടാതെ ചെന്നാൽ എന്ത് വരും? രാജധാനിക്ക് നാം ചെല്ലുകിൽ എന്നുമേ നിഗ്രഹിച്ച് നമ്മളെ വധിക്കുമല്ലോ, ഒരു സംശയമില്ലല്ലോ. സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാ. സുഗ്രീവൻ പറഞ്ഞ ശാസനമല്ലേ, അത് വെറുതെ ആകത്തില്ല, നമ്മളെ വധിക്കും. പിന്നെ വിശേഷിച്ചു ശത്രു തനേന എന്നെ വധിക്കും. അതിനില്ലത് അത് അങ്കദൻ പറയുന്നു, ഞാൻ പോരെങ്കിൽ ശത്രു തനേനാണ്. അത് ബാലിയുടെ മകനാണ്. ശത്രു വലിയ ബാലി ജ്യേഷ്ഠൻ കൊന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പൊതുവേ ശത്രുവായോണ്ട് എന്നെ തീർത്തും എന്നെ വധിക്കും സുഗ്രീവൻ എന്ന് അങ്കദൻ പറയുന്നു. ഫാനുണ്ടാകുന്നുണ്ട്, ഭയങ്കര വിയർപ്പ്. എന്നിൽ അവനൊരു സമ്മോദം എന്തുള്ളതെന്നെ രക്ഷിച്ചത് രാമൻ തിരുവടി. അപ്പം ബാലിയെ വധിച്ചെങ്കിലും ശ്രീരാമനാണ് അങ്കദനെ രക്ഷിച്ചത്, അല്ലാതെ സുഗ്രീവനല്ല. അതുകൊണ്ട് എന്നെ മനഃപൂർവ്വമായിട്ടും ശത്രുവിൻ്റെ മകനായിട്ട് എന്നെ കൊല്ലും. രാമകാര്യത്തെയും സാധിയാതെ ചെല്ലുകിൽ മാമകം ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോട് സമാനയാകും നിജ ഭ്രാതാവ് തന്നുടെ ഭാര്യയെ നിസ്ത്രം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവൻ എന്തരുതാത്തതും. അതായത് എനിക്ക് തോന്നുന്നു, ഈ താരെ ബാലി മരിച്ചപ്പം താരെ കൂടെ അമ്മയ്ക്ക് തുല്യമല്ലയോ സഹോദരൻ്റെ ഭാര്യ. അപ്പം അതിനെ ഈ സുഗ്രീവൻ ഇപ്പം ഭാര്യയായിട്ട് ആണെന്നാണ് തോന്നുന്നത്. എനിക്കതിനെപ്പറ്റി അറിയാൻ വയ്യ. കാരണം മാതാവിനോട് സമനയാകും നിജ ഭ്രാതാവ് തൻ്റെ ഭാര്യയെ. അപ്പം ബാലി മരിച്ചെങ്കിലും സഹോദരൻ്റെ ഭാര്യയാണ് അങ്കദൻ്റെ അമ്മ. അത് നിസ്ത്രമ ലജ്ജയില്ലാതെ പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ ഈ സുഗ്രീവൻ. അപ്പോൾ ഒരു നാണം ഇല്ലാതെ ഈ ഇവൻ്റെ അമ്മ താരെ കൂടെ അവൻ ലജ്ജയില്ലാതെ അവരെ കൂടെ വാഴുന്നുണ്ട്. പാപി ദുരാത്മാവിന് എന്താ അരുതാത്തത്? അതുകൊണ്ട് ഇവൻ പാപിയാണ് ഈ എന്നാണ് എനിക്ക് തോന്നുന്നത്. തൊൽപാർശ്വ ദേശേ ഗമിക്കുന്നതില്ല ഞാൻ. അപ്പം തൽപാർശ്വ ദേശേ, അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് വരുന്നില്ല. കാരണം സീതയെ കാണാൻ ചെന്ന എന്നെ അവൻ സുഗ്രീവൻ കൊച്ചച്ഛനാണ് എങ്കിലും ശത്രുവല്ലയോ, ബാലയുടെ മകനാകൊണ്ട് ഉള്ളത്തിൽ ശത്രുത്തെ കാണും എന്നൊരു തോന്നല. പക്ഷെ ഇല്ല, ആ കുട്ടിക്ക് തോന്നുന്നത് അങ്ങനെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഗമിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേ ഉള്ളൂ, ഞാൻ ഇവിടെയാണ് കിടന്ന് മരിക്കുന്നതേ ഉള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകെന്ന് ചൊല്ലി കരയുന്ന നേരം കവികളും അവനങ്ങനെ പറഞ്ഞ് കരഞ്ഞിരുന്നപ്പോൾ മറ്റ് കുരങ്ങന്മാർ തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാൻ. മിത്രഭാവത്തോടും ഒരു സ്നേഹത്തോടും സുഹൃത്തിൻ്റെ സ്നേഹത്തോട് ഈ മറ്റുള്ള കുരങ്ങന്മാർ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറഞ്ഞു, ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങൾ അറിയാം. നീ ഇങ്ങനെ ദുഃഖിക്കാതെ കുഞ്ഞെ, ഞങ്ങൾ രക്ഷിക്കാൻ നിനക്ക് ഞങ്ങളുണ്ട്, നീ പേടിക്കാതിരിക്കൂ. അങ്കദിൻ്റെ ഭയം, സീതയെ കാണാൻ ചെന്നാൽ വധിക്കുമല്ലോ, പ്രത്യേകിച്ച് യുവരാജാവ് ആക്കണമെന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അതും ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിലോ എന്ന് കുട്ടിക്കൊരു അങ്കദിന് അങ്ങനെ ഒരു തോന്നൽ. ഞാൻ സീതയെ കാണാതെ ഇവിടുന്ന് വന്നാൽ സമയം കഴിഞ്ഞു പോകുന്നു, മാസം തികഞ്ഞ് കഴിയുന്നു, അപ്പം കാണാൻ ചെന്നാൽ വധിക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മറ്റ് വാനരന്മാർ പറഞ്ഞു, ദുഃഖിക്കേണ്ട, ഒരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പനുണ്ട് ഞങ്ങളെന്നറിയാം. നീ ഇന്ന് നാം പോന്ന ഗുഹയിൽ അകമ്പുക്ക് നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. ഈ ഗുഹയിലങ്ങാണ് നമുക്ക് കഴിയാമെന്ന് ചിലർ പറഞ്ഞു കൊടുക്കും. സർവ സൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമത് ദേവലോകോപമം. ഈ കണ്ട ദേവലോകത്ത് തുല്യമല്ലേ, അവിടെ എല്ലാം ഉണ്ടല്ലോ, നമുക്ക് അവിടെ അങ്ങനെ കഴിയാം, അങ്ങോട്ട് പോകണ്ട. കുറച്ച് കവിമാർ അങ്ങനെ പക്ഷം പിടിച്ച് നിൽക്കും. ആരാലും ഇല്ലൊരു നാളും ഭയം സഹേ, ആരെക്കൊണ്ടും നമുക്കൊരു ഭയം വേണ്ടല്ലോ, ഇവിടെ കഴിഞ്ഞാൽ ഈ ഗുഹയ്ക്കകത്ത് കഴിയാം. താരേയ, അത് അങ്കദ, താരേയാന്ന് വെച്ചാൽ താരയുടെ മകനെ അങ്കദ. പോകാൻ നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോട് ഇവണ്ണം കവികുല മുഖവന്മാർ പറയുന്നത് കേൾക്കയാൽ. ഇങ്ങനെ അങ്കദനോട് കരഞ്ഞപ്പം മറ്റു കവികളെല്ലാം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പോകണ്ട, ഇവിടെ ഗുഹയ്ക്കകത്ത് കഴിയും, ഇവിടെ എല്ലാ വെള്ളവും പിന്നെ മധുവർക്കങ്ങളും പഴങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇംഗിതജ്ഞൻ നയകോവിതൻ വാദജൻ അങ്കദനെ തഴുകി പറഞ്ഞിട്ട് ഞാൻ ഇംഗിതജ്ഞൻ എന്താണ്, മനസ്സിലുള്ള ആഗ്രഹം അറിയുന്നതാണ് ഇംഗിതജ്ഞൻ. നയകോവിതൻ ആരാണ്? വാദജൻ ഹനുമാൻ. അങ്കദനെ തഴുകി പറഞ്ഞിരുന്നു. ഹനുമാൻ അറിഞ്ഞൂടെ സത്യം? ഹനുമാനെല്ലാം അറിയാം, മറ്റുള്ള കവിവരന്മാർക്ക് അറിയില്ല. ഹനുമാൻ അറിയാം ആർക്ക് ആരുടെ സ്നേഹമുണ്ടെന്നൊക്കെ. സുഗ്രീവനൊരു കുഴപ്പവും ഇല്ല, അത് പിന്നെ ഹനുമാൻ അറിയാം. ഈ കുട്ടിക്കൊരു സംശയം, കൊച്ചച്ഛന് എന്തെങ്കിലും ദേഷ്യം കാണുമോ എന്ന്. അപ്പോൾ വാദജൻ എന്താ, ഹനുമാനാണ് വാദജൻ
എന്ന് മാരുതിപുത്രനെ അങ്ങനെ പറയും. അങ്ങനെ അങ്കദനെ എന്ത് ചെയ്ത് തഴുകി തലോടി പറയുന്നു, എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായിക ആരുമേ. എന്തിനാ അറിവില്ലാത്ത തനിക്ക് പറയുന്നത്? ഇതെന്തിനാ ഇങ്ങനെ വിചാരിക്കുന്നത്? ഈ ദുർവിചാരം ഇത് യോഗ്യമല്ല, ഇത് അന്ധകാരങ്ങൾ, ഇത് അറിവില്ലായ്മയാണ്. നിനയാകെ ഇത് ഇങ്ങനെ വിചാരിക്കാതിരിക്കൂ. ശ്രീരാമൻ ഏറ്റവും പ്രിയം ഭവാൻ എന്നുടെ താരാസുതനെന്ന് തൻ മാനസേ സദാ. എപ്പോഴും ഭഗവാൻ ശ്രീരാമൻ പറയും, എനിക്ക് ഏറ്റവും പ്രിയമാണ് ഭവാൻ എന്നുടെ താരാസുതൻ. അതായത് ഈ അങ്കദനെ അത്ര ഇഷ്ടമാണെന്ന് ഭഗവാൻ എപ്പോഴും പറയുമെന്ന് ഹനുമാൻ പറഞ്ഞു. സദാ എപ്പോഴും. പാരം വളർന്നൊരു വാത്സല്യമുണ്ടത് നേരെ ധരിച്ചില്ല ഞാനൊരു ഞാരുമേ. എനിക്ക് മാത്രമേ അത് അറിയാവൂന്ന് ഹനുമാൻ പറഞ്ഞു. നേരെ മറ്റാർക്കും അറിയില്ല. പാരം വളർന്നൊരു വാത്സല്യമുണ്ട് ഈ താരയുടെ മകനോട്, അങ്കദനോട്. അത് നേരെ ആർക്കും നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. ഹനുമാനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. അതുകൊണ്ട് മറ്റുള്ള കവികൾ എന്തൊക്കെയോ പറയുന്നു, എനിക്കതറിയാം. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ തവ. അതായത് ലക്ഷ്മണനേക്കാളും ഇഷ്ടം നിന്നോടാണ് ഭഗവാന്. സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടല്ലോ, അതുകൊണ്ട് നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിൽ നിന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഭഗവാന്. പ്രേമത്തിന് ഏതും ഇളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ഭഗവാനോട് അത്രമാത്രം പ്രേമമാണ്. ഈ പ്രേമത്തിന് എന്തെങ്കിലും ഇളക്കമുണ്ടാകുമോ? അതിന് ഉദാഹരണം ഹേമത്തിനുണ്ടോ നിറക്കേട്. സ്വർണ്ണത്തിന് നിറക്കേട് വരത്തില്ലല്ലോ. സ്വർണ്ണം തന്നെയാണ് എപ്പോഴും. അത് എത്ര അഴുക്കുടിച്ചാലും അത് കഴുകുമ്പോൾ അങ്ങ് പോകും. അപ്പോൾ സ്വർണ്ണത്തിന് ഒരിക്കലും മാറ്റു കുറയത്തില്ല. അതുപോലെ പ്രേമത്തിന്, ഭഗവാൻ നിന്നുള്ള പ്രേമത്തിന് ഒരു വാട്ടവും വരത്തില്ല. അത് ഹനുമാൻ മാത്രമേ അറിയത്തുള്ളൂ. ആകയാൽ ഭീതി ഭഗവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖി. നീ ഒരിക്കലും ഭഗവാൻ എടുക്കുന്ന നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ല. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ല ആരിലും. ഈ മർക്കടനായ സുഗ്രീവനാണെങ്കിലും ഭാഗവതോത്തമനാണ്. ഭഗവാൻ അത്രമാത്രം ഭക്തിയുള്ളവരാരും തെറ്റ് ചെയ്യത്തില്ലല്ലോ. ഈ ബാലിയുടെ കാര്യം കൊണ്ട് നോക്കണ്ട, അദ്ദേഹം ഇവനെ കൊല്ലാൻ നിന്നുകൊണ്ടല്ലേ സുഗ്രീവനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടല്ലേ വധിച്ചത്. അതുകൊണ്ട് ശാഖാമൃഗ അധിപനാണ് സുഗ്രീവൻ, എല്ലാത്തിൻ്റെയും അധിപനാണ്. ആ സുഗ്രീവൻ ഭാഗവതോത്തമനാണ്, ഭഗവാന്റെ ഭക്തനാണ്. വൈരമില്ല ആരിലും. ഭഗവാനോട് ഭക്തനുള്ള ഒരുത്തർക്കും ആരോടും ശത്രു ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സുഗ്രീവന് യാതൊരു ശത്രുതയില്ല. ഇത് ആര് പറയുന്നു? ഹനുമാൻ അങ്കദന് പറഞ്ഞു കൊടുക്കുന്നു. വ്യാകുലം ഉള്ളിൽ ഉണ്ടാകരുത് ഏതുമേ നാഗാധിപാത്മജ നന്ദന കേളിതം. നാഗം സ്വർഗം. ദേവേന്ദ്രൻ്റെ മകനാണ്, ഈ കൊച്ചുമകനാണ് അങ്കദൻ. നാഗാധിപ ആത്മജ നന്ദന. നാഗാധിപാത്മജനാരാ? ദേവേന്ദ്രൻ്റെ മകൻ ബാലി, അതിൻ്റെ നന്ദനൻ കുട്ടി. അപ്പം ദേവേന്ദ്രൻ്റെ കൊച്ചുമകൻ. അങ്ങനെയുള്ള അങ്കദനോട് പറയും, വ്യാകുലം, നിനക്ക് വിഷമം നിൻ്റെ ഉള്ളിൽ ഉണ്ടാകരുത്, ഒട്ടും തന്നെ വിഷമിക്കരുത്. ദേവേന്ദ്രൻ്റെ പുത്രൻ്റെ പുത്ര കേളിതം. ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തന. അജ്ഞാനികൾ വാക്ക് കേട്ട് ഏതും ഭ്രമിക്കില്ല. ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തന. അജ്ഞാനികൾ, ഈ അറിവില്ലാത്ത കുറേ കുരങ്ങന്മാരിതൊക്കെ പറയുന്നത് കേട്ട് നീ ഭ്രമിക്കണ്ട. അവർക്ക് അറിയത്തില്ല. സത്യം എനിക്കറിയാം. സുഗ്രീവനും ഭാഗവതമനാണ്, നിന്നൊന്നും ചെയ്യില്ല. അത്രമാത്രം സ്നേഹമാണ്. ഭഗവാനും ലക്ഷ്മണനേക്കാൾ ഉപരി നിന്നോടാണ് പ്രിയം. ഹാനി വരായവാൻ ഗുഹയിൽ വസിക്കുന്ന വാനരൗഖം പറഞ്ഞില്ലയോ ചൊല്ലു നീ. നിനക്ക് ഹാനി ഇല്ലാതിരിക്കാൻ ഗുഹയിൽ പോയി വസിക്കാൻ മറ്റു കുരങ്ങന്മാർ നിന്നോട് പറഞ്ഞില്ലേ? അത് പറയൂ. രാഘവ അസ്ത്രത്തിന് അഭേദ്യമായി ഒന്നുമേ ലോകത്രയത്തെങ്കിലെന്നറിയാൻ. ഭഗവാന്റെ അസ്ത്രത്തിന് ആരെക്കൊണ്ടെങ്കിലും സാധ്യമാണോ? എവിടെ ഒളിച്ചിരിക്കാൻ പറ്റുന്നതാണോ? ഒരു ഗുഹയിലും പറ്റത്തില്ല. ഭഗവാൻ ലോകം നിറയുന്നത് സത്യമല്ലേ? അതുകൊണ്ട് നീ അവർ പറഞ്ഞ കേൾക്കരുത്. രാഘവ അസ്ത്രത്തിന് അഭേദ്യമായി ഒന്നുമേ ലോകത്രയത്തെങ്കിൽ, ഈ 3 ലോകത്തിലും ഒന്നും ഇല്ലെന്നറിയാ നീ. അല്പമതികൾ പറഞ്ഞ് ബോധിപ്പിച്ച് ദുർബോധമുണ്ടായി ചമയരുത് ഏതുമേ. അറിവില്ലാത്ത അല്പമതികൾ എന്ന് വെച്ചാൽ ഒരറിവില്ലാത്ത മൂഢന്മാർ പറഞ്ഞത് ബോധിപ്പിച്ച് നിനക്കുള്ള മനസ്സിൽ വേണ്ടാത്ത ചിന്ത ഉണ്ടാക്കല്ലേ, അങ്ങനെ ചമയരുത്. ആപത്ത് അടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന പാടി. നല്ലവർ പറയുന്ന വാക്കുകൾ നമുക്ക് ആപത്ത് കാലത്ത് നമുക്ക് തോന്നത്തില്ല കേൾക്കാൻ. വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കാനേ നമുക്ക് ഇടം വരും. അത് ഭഗവാൻ ഹനുമാൻ പറയുന്നു. ആപത്ത് വന്നിരുന്ന കാലത്ത് ശോഭിക്കയിലുള്ള സജ്ജന ഭാഷ. അപ്പോൾ ഹനുമാൻ പറഞ്ഞ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശോഭിക്കത്തില്ല. പക്ഷേ വേണ്ടാത്ത ദുർജനങ്ങളായിരുന്ന കവികൾ പറഞ്ഞ കേൾക്കാൻ തയ്യാറെടുക്കും. എന്താ? ആപത്ത് വരാനുള്ള കാലം. കാരണം ഗുഹയിൽ വസിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അവൻ യുവരാജാവായി ജീവിക്കേണ്ട കൊച്ചല്ലേ. അപ്പം ഹനുമാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇവനങ്ങോട്ട് ചെവിയിലോട്ട് കയറത്തില്ല. എന്താ? വിനാശകാല വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ശോഭിക്കയിലൂടെ സജ്ജന നല്ലവരുടെ ഭാഷണം നിങ്ങൾക്ക് തോന്നിക്കത്തില്ല. എന്താ? ആപത്ത് വന്നടക്കുമ്പോൾ കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടുള്ള വിപരീത ഭാവവും ദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവ്വ ബന്ധുക്കൾ വച്ചൊരു വൈരവും വർദ്ധിച്ച് വംശനാശത്തിന് കർത്തൃത്വവും തനിക്കായി വന്നുകൊടുമേ.
അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അൻപോട് ചൊല്ലും കേൾക്ക നീ. അതുകൊണ്ട് നീ അവരാരും പറഞ്ഞ കേൾക്കാതെ നാശകാലത്ത് നമുക്ക് തോന്നുന്നത് കേൾക്കണമെന്ന്. അതുകൊണ്ട് അത് കേൾക്കരുത്. അവർക്ക് അന്ധതയാണ്, അവർക്ക് അറിവില്ല. അതുകൊണ്ട് നീ ഹനുമാൻ പറഞ്ഞ കേൾക്കൂ. ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. എന്താ രഹസ്യം? ശ്രീരാമദേവൻ മനുഷ്യനിലോർക്കടും. മനുഷ്യനല്ല ഭഗവാൻ ശ്രീരാമദേവൻ. നാരായണൻ പരമാത്മാ ജഗന്മയനാണ്. ഭഗവാൻ ശ്രീരാമദേവൻ മഹാവിഷ്ണു നാരായണനാണ്, മനുഷ്യനല്ല. അത് ഓർക്കടോ അങ്കദ. മായ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ. അത് ഭഗവതി ആരാ? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ്. അത് സകല ജഗൻ മോഹിനി കാരുണി സീതയാകുന്നു. അതാ സീത ആരാ? ഭഗവതിയാണ്. മഹാവിഷ്ണുവിൻ്റെ ജായ ഭാര്യയാണ്. അതാണ് സീതയാകുന്നത്. ലക്ഷ്മണനോ ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരനാണ്. ജഗത്തിനെല്ലാം ആധാരഭൂതനായിട്ടുള്ള ശേഷൻ അനന്തനാണ്, ഭണീശ്വരനാണ്. അതായത് ഭഗവാന്റെ മെത്തയായി കിടക്കുന്ന അനന്തനാണ് ശേഷൻ. ജഗൽ സ്വരൂപൻ ഭൂമി മാനുഷ വേഷമായി വന്ന് പിറന്ന അയോധ്യയിൽ. ഭഗവാൻ ജഗൽ സ്വരൂപൻ നാരായണൻ ഭൂമിയിൽ വന്ന് മനുഷ്യനായി പിറന്നതാണ് അയോധ്യയിൽ. അംഗദനോട് ഇതെല്ലാം ഹനുമാൻ പറഞ്ഞു കൊടുക്കുക, വിഷമം മാറ്റാനും കരച്ചിൽ മാറ്റാനും. മരിക്കണമെന്ന് പറഞ്ഞ് അവിടെ കിടക്കുക. രക്ഷാഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്തിനായി വന്നിങ്ങി അവതരിച്ചിടാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുമ്പോൾ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, ഇത് ഭഗവാനെ പാർത്ഥപുത്രനായിട്ട് വന്നത് എല്ലാവരും ഈ ഭൂമിയിൽ രക്ഷ വരുത്താൻ വേണ്ടി വിരിഞ്ചനും എല്ലാവരും പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. ഭൃത്യവർഗം നാം നമ്മൾ ദാസനായിട്ട് അവിടെ പരിചരിച്ചിടണം. നമ്മളെല്ലാവരും ആരാണ്? ഈ കുരങ്ങന്മാർ. ഭഗവാനോട് അവതരിക്കുമ്പോൾ ഭഗവാനെ പരിചരിക്കാൻ വേണ്ടി ഭർത്തൃനിയോഗന വാനര വേഷമായി പൃഥ്വിയിൽ വന്ന് പിറന്നിരിക്കുന്നതും പണ്ട് നാം ഏറ്റവും തപസ് ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചത് മാധവൻ തന്റെ പാരിഷദന്മാരുടെ പദം തന്നത് ഇപ്പോഴും പരിചരിച്ച് ഇനിയും വൈകുണ്ഠ ലോകം ഗമിച്ച് വാണിടുവാൻ വൈകേണ്ടത് ഏതുമില്ലെന്നറിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഈ കവികളെല്ലാം ആരാണ്? അവിടെ നിന്ന് വന്നവരാണ് മക്കളെ എന്ന് ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് വെക്കം പറഞ്ഞിട്ട് തിരിയുന്നില്ല മക്കളെ. എനിക്കിത് നന്നായിട്ട് വിവരിച്ച് തരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറയുമ്പോൾ വാക്കുകൾ തിരിഞ്ഞു വരുന്നില്ല. എന്ത് ചെയ്യാനാ? അത് വാനര വേഷമായിട്ട് ഇവിടെ ഭൂമിയിൽ വന്ന് എന്തിനാ? ഭഗവാനെ പരിചരിച്ചു കൊള്ളാൻ, ശ്രീരാമദേവനെ പരിചരിക്കാൻ. അവിടുന്ന് സ്വർഗത്ത് തന്നെ അവിടെ തന്നെ ഭഗവാൻ ഇവിടെ എല്ലാവരെയും അവതരിപ്പിച്ചതായി ഈ കുരങ്ങന്മാരായിട്ട്. നമുക്കും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അവിടേക്ക് പോകണം. നമ്മൾ അവിടുന്ന് വന്നവരാണ്. ഭഗവാന് വേണ്ടി നമ്മളിവിടെ അവതരിച്ചതാണ് ഇത് ഹനുമാൻ പറയുന്നു. അതുകൊണ്ട് പണ്ട് നാം ഏറ്റവും തപസ് ചെയ്ത് ഈശനെ കണ്ട് വണങ്ങി പ്രസാദിച്ച് അവിടെ മാധവൻ തൻ്റെ പാരിഷദന്മാരുടെ പദം ഭഗവാന്റെ പരിചാരകരായിട്ടുള്ള ആ ഒരു ദാസ്യ രൂപം എടുക്കാൻ വേണ്ടി നമുക്കിവിടേക്ക് ജനിപ്പിച്ചു. നമ്മളെ തൻ്റെ പാരിഷദന്മാരുടെ പദം തന്നത് നമ്മളിപ്പോഴും അത് പരിചരിക്കാനാണ്. വൈകുണ്ഠലോകം ഗമിച്ച് വാണിടുവാൻ വൈകേണ്ടത് ഏതുമില്ല. നമുക്ക് തിരിച്ച് വൈകുണ്ഠത്തേക്ക് പോകാൻ താമസമില്ല. വൈകേണ്ടത് ഏതുമേ ഇല്ലെന്നറിഞ്ഞിട്ട് നാം അങ്കദനോട് ഇവണ്ണം പവനാത്മജൻ, അതായത് ഹനുമാൻ മംഗലവാക്കൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചോളും വിന്ധ്യ അചലം ബുക്ക് കാശ്യപി പുത്രിയെ നോക്കി ദ്രുത. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ആശ്വാസം കൊടുത്ത് വിന്ധ്യ അചലം ബുക്ക് സീതയെ, അത് കാശ്യപി പുത്രിയെ നോക്കി ദ്രുതം ദക്ഷിണ ഭാരതി തീരം മനോഹരം ബുക്ക് മഹേന്ദ്ര അചലേന്ദ്ര പദംബുത. അങ്ങനെ ആ കുട്ടിക്ക് കാര്യങ്ങളെല്ലാം ഹനുമാൻ രഹസ്യം പറഞ്ഞെടുത്ത് ഭഗവാനാണിത്, ഭഗവതിയാണ്, അനന്തനാണ്, ഒരു മൂവരും നമ്മളെ ഇവിടെ അവിടുന്ന് വിട്ടേക്കുന്നത്. ഭഗവാന് അത് ഗോപസ്ത്രീകളൊക്കെ ആരാ? ദ്വാരകയിൽ വൃന്ദാവനത്തിൽ അതും അവിടുന്ന് ഭഗവാൻ വേണ്ടി വന്നവരാണ് ഗോപസ്ത്രീകളെല്ലാവരും. ഇവിടെ ഈ ലങ്ക കടന്ന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുരങ്ങന്മാരെ കൊണ്ട് നടക്കും, ചാടിപ്പറഞ്ഞ് ഓടി എല്ലാം ചെയ്യാൻ. അതുകൊണ്ടാണ് വനമല്ലേ, അവിടെ മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ കുരങ്ങന്മാരായിട്ട് വന്നത്. എല്ലാം അറിഞ്ഞല്ലേ ഭഗവാൻ ഇവിടേക്ക് വിട്ടേക്കുന്നത്. ഇത് അറിയുന്നവർക്കല്ലേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് ഇത് ചൊവ്വിന് പറഞ്ഞാൽ എനിക്ക് സമയം എടുക്കണം. അതാണ് സംഭവം. ഉള്ള അറിവ് ചൊവ്വിന് പറയാൻ പറ്റാത്തൊരവസ്ഥയാക്കളെ ഇപ്പം. ഒരുപാട് സമയം സംസാരിക്കാൻ വയ്യ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ആശ്വാസം കൊടുത്ത് വിന്ധ്യ അചലം ബുക്ക് സീതയെ നോക്കി ദ്രുതം ദക്ഷിണ ഭാരതി തീരം മനോഹരം ബുക്ക് മഹേന്ദ്ര അചലേന്ദ്ര പദംബുത ദുസ്തരം ഏറ്റവും അഗാധം ഭയങ്കരം ദുഷ്പ്രാപ ആലോക്യ മർക്കട സഞ്ചയം വൃത്രാര് പുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായി അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ച് മന്ത്രിച്ച് അത് അന്യോന് എന്തിന് ചെയ്വത് സന്തത ഓർക്കുന്ന ഇനി എന്താ ചെയ്യേണ്ടത്? തിരക്കിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ ഇവരെ.
ഗഹ്വരമ്പുക്ക് പരിഭ്രമിച്ച് എത്രയും വിഹുലന്മാരായി കഴിയുക മാസവും ഒരുപാട് മാസം കഴിയുന്നുണ്ട്. ഗഹ്വരം ഈ ഗുഹകളിൽ എവിടെല്ലാം സീത തിരക്കിട്ടൊന്നും മാസങ്ങൾ കഴിഞ്ഞിട്ടും കാണുന്നില്ല. തണ്ടാരിൽ മാതിനെ കണ്ടില്ലെന്നാം ദശകണ്ഠനെയും കണ്ടു കിട്ടില്ല. കുത്രച്ചിൽ ദേവിയെയും കണ്ടില്ല, സീതയും കണ്ടില്ല, രാവണനെയും കണ്ടു കിട്ടുന്നില്ലല്ലോ. സുഗ്രീവനും തീഷ്ണദണ്ഡൻ അത്രയെ തുലോ നിഗ്രഹിച്ചിടും അവൻ നമ്മെ കുരങ്ങന്മാർ വീണ്ടും പറയുന്നതാ, അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാ, നമ്മളെ തീഷ്ണദണ്ഡനാണ് ഈ സുഗ്രീവൻ. നമ്മളെ കാണാൻ ചെന്നാൽ, സീതയെ കണ്ടുപിടിക്കാൻ ചെന്നാൽ നമ്മളെ എല്ലാം കൊല്ലും. വൃദ്ധനായുള്ള സുഗ്രീവൻ വധിക്കെ അതിന് പറഞ്ഞു കൊടുക്കുന്ന ആരാ? ഇതൊക്കെ കുരങ്ങന്മാർ, മറ്റ് കൊച്ചു കുരങ്ങന്മാർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. വൃദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യ ഉപവാസന മൃത്യു ഭവിപ്പത് മുക്കതിക്ക് നല്ലൂ നമുക്ക് പാർത്തോളം എന്നിത്തം നിരൂപിച്ചുറച്ച് കപികുലം. വൃദ്ധനായുള്ള ഈ സുഗ്രീവൻ നമ്മളെ വധിച്ചാൽ നിത്യ ഉപവാസന മൃത്യു ഭവിപ്പത് മുക്കതിക്ക് നല്ലൂ നമുക്ക് പാർത്തോളം എന്നിത്തം നിരൂപിച്ചുറച്ച് കപികുലം. ദർഭ വിരിച്ചു കിടന്ന് എല്ലാവരും കൽപ്പിച്ചത് ഇങ്ങനെ നമ്മെ നോർത്തത്. അവർ തന്നെ ഇതൊക്കെ ചിന്തിക്കുന്നത് പന്ത് ചെയ്യാനാ. കുറേ കുരങ്ങന്മാർ ബലശാലിലുണ്ടെന്ന കുറച്ച് പേരൊക്കെ മരണം ഇങ്ങനെ താമസിച്ച് വന്നാൽ വധശിക്ഷ ഉണ്ടെന്ന് കേട്ടോണ്ട് ഇവർക്കൊക്കെ ഭയമുണ്ട്. ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത് ഇത്ര 1.5 മണിക്കൂറായി. ഇന്നും ഇതുപോലൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ സ്പീഡിന് വായിക്കാനുള്ള നാക്കിന് ഇത് വരുന്നില്ല, അതാണ്. 1-2 പത്രമൊക്കെ ആണെങ്കിലും പറ്റും. ഇതിപ്പം ഒരുപാട് നേരം 1.5 മണിക്കൂർ വായിക്കാൻ നല്ലൊരു വാദങ്ങളൊന്നും ഇല്ലാത്തവരെ കൊണ്ട് പോലും പറ്റത്തില്ല. പിന്നെ എൻ്റെ കാര്യം പറയണോ? ചെറുപ്പക്കാരെ കൊണ്ട് പോലും ഇത്രയും പറഞ്ഞ് സമയമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഞാനിത് എൻ്റെ ഒരു സന്തോഷം കൊണ്ടും മക്കൾക്ക് തരേണ്ട ഒരു ആഗ്രഹം കൊണ്ടും അങ്ങ് ചെയ്യുന്നതല്ലേ, അല്ലാതെ എന്താ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാ മക്കളും കമൻസ് ചെയ്യണം. എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് എത്ര വയ്യെന്നുള്ള എനിക്ക് അതിനകത്ത് യാതൊന്നുമില്ല. എത്രത്തോളം ആവും അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.